السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ബഹുമാന്യരായ സഹോദരി സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുവാൻ പരിശ്രമിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണേ എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഷെയ്ഖ് സ്വാലിഹുൽ ഫൗസാൻ ഹഫിളഹുള്ളയുടെ അൽ ഇർഷാദ് ഇലാ സ്വഹീഹിൽ ഇഅ്തിഖാദ് വറദ്ദ് അലൽ കുഫ്രി അലാ അഹ്ലിൽ കുഫ്രി വൽ ഇൽഹാദ് എന്ന ഗ്രന്ഥം അടിസ്ഥാനമാക്കിയുള്ള നമ്മുടെ അഖീദ പഠന പരമ്പരയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് തവക്കുലുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. തവക്കുലാക്കുന്നതിൻ്റെ പൂർണ്ണമായ രൂപവും അതോടൊപ്പം അസ്ബാബുകൾ, ഭൗതികമായ വ്യവസ്ഥകൾ സ്വീകരിക്കണമെന്നും ആ സ്വീകരിക്കൽ തവക്കുലിനെതിരല്ല എന്നും അത് തിരസ്കരിക്കലാണ് ഒരർത്ഥത്തിൽ പടച്ച റബ്ബിനെ പരിഹസിക്കൽ എന്നുമുള്ള ഭാഗം നമ്മൾ പറഞ്ഞു. അതിന് ആയത്തും ഹദീസുമൊക്കെ പറഞ്ഞു. അതോടൊപ്പം ഈമാൻ പൂർത്തിയാകണമെങ്കിൽ തവക്കുൽ വേണം. അല്ലാഹു തആല ഈമാൻ ഷർത്തായി വെച്ചത് തവക്കുലാണ്. വഅലല്ലാഹി ഫതവക്കലു ഇൻ കുൻതും മുഅ്മിനീൻ എന്ന ആയത്ത് വെച്ചുകൊണ്ട് മുഅ്മിനീങ്ങളാണെങ്കിൽ നിങ്ങൾ തവക്കുലാക്കണം എന്ന് പറഞ്ഞപ്പോൾ തവക്കുൽ ഇല്ലെങ്കിൽ ഈമാൻ ഭംഗം വരും എന്ന വശം പറഞ്ഞു. അതുപോലെ വ്യത്യസ്തമായ മേഖലയുമായി അല്ലാഹു തആല തവക്കുലിനെ ബന്ധിപ്പിച്ചു പറഞ്ഞിട്ടുണ്ട് എന്ന് തവക്കുലും ഇബാദത്തും തവക്കുലും ഈമാനും തവക്കുലും തഖ്വയും തവക്കുലും ഇസ്ലാമും തവക്കുലും ഹിദായത്തും എല്ലാം അല്ലാഹു ഖുർആനിൽ പലപ്പോഴായി യോജിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് കാണാൻ കഴിയും. അഥവാ എല്ലാത്തിൻ്റെയും അസ്ല് തവക്കുലാണ്, അതിൻ്റെ മഹത്വമാണത് അറിയിക്കുന്നത് എന്നും നമ്മൾ പറഞ്ഞു. ഇനി പേജ് 67. ഖാദൽ ഇമാം ഇബ്നു റജബ് റഹിമഹുല്ല, ഇബ്നു റജബുൽ ഹംബലി റഹിമഹുല്ല പറയുന്നു. ഹംബലി മദ്ഹബിലെ പ്രഗത്ഭനായ പണ്ഡിതനാണ്. ഹദീസ് രംഗത്തും കർമ്മശാസ്ത്ര രംഗത്തും വലിയ അഗ്രഗണ്യനാണ് ഇബ്നു റജബ്. സ്വഹീഹ് ബുഖാരിക്ക് വിശ്വപ്രസിദ്ധമായ വ്യാഖ്യാന ഗ്രന്ഥം അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ പേരും ഫതുഹുൽ ബാരി എന്നാണ്. ഇബ്നു ഹജർ അസ്ഖലാനിയുടെ ഫതുഹുൽ ബാരിയുണ്ട്. ഇബ്നു റജബിൻ്റെയും കിതാബിൻ്റെ പേര് ഫതുഹുൽ ബാരി എന്നാണ്. ഒരേ പേര് രണ്ട് കിതാബുണ്ട്. ഒന്ന് ഫതുഹുൽ ബാരി ലി ഇബ്നു ഹജർ അൽ അസ്ഖലാനി, മറ്റൊന്ന് ഫതുഹുൽ ബാരി ലി ഇബ്നു റജബ് അൽ ഹംബലി. അദ്ദേഹമാണ് ഈ പറഞ്ഞ ഇബ്നു റജബ്. ഇമാം നബവിയുടെ 40 ഹദീസുകൾ അൽ അർബഊൻ നബവിയ്യ, അതിന് അദ്ദേഹം ശർഹ് ചെയ്തത് വിശ്വപ്രസിദ്ധമാണ്. ജാമിഉൽ ഉലൂമി വൽ ഹിക്കം എന്ന പേരിൽ അദ്ദേഹം അതിന് വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. നബവി ഇമാം റഹിമഹുല്ല 42 ഹദീസാണ് അതിൽ കൊടുത്തത്. 40 ഹദീസിന് പേരാണെങ്കിലും 42 ഹദീസ് അതിൽ ഉണ്ട്. അതിലേക്ക് 8 ഹദീസ് കൂടി ചേർത്തിക്കൊണ്ട് 50 ഹദീസാക്കുകയും അതിന് മുഴുവൻ അദ്ദേഹം വിശദീകരണം എഴുതുകയും ചെയ്തു. ബൃഹത്തായ ഗ്രന്ഥമാണ് ജാമിഉൽ ഉലൂമി വൽ ഹിക്കം. അഹ്ലുസുന്നയുടെ നേതാക്കന്മാരിൽ പ്രധാനിയായ പണ്ഡിതനാണ് ഇബ്നു റജബുൽ ഹംബലി. അപ്പോൾ അദ്ദേഹം പറയുന്നു, വൽ അഅ്മാലുല്ലത്തി യഅ്മലുഹൽ അബ്ദു സലാഹത്തു അഖ്സാം. ഇത് രണ്ട് ഭാഗങ്ങൾ വായിച്ചു. നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ 3 രൂപത്തിലാകുന്നു എന്ന് പറഞ്ഞു. ഒന്നാമത്തെ പറഞ്ഞു സ്വർഗത്തിലേക്ക് എത്താനും നരകത്തിൽ രക്ഷപ്പെടാനുമായി അള്ളാഹു സബബാക്കി നിശ്ചയിച്ച ത്വാഅത്ത്, ഇബാദാത്തുകൾ, അത് ചെയ്യൽ നിർബന്ധമാണ് എന്ന് നമ്മൾ പറഞ്ഞു. രണ്ടാമത് പറഞ്ഞു അള്ളാഹു തആല ദുനിയാവിൽ വെച്ച ആദാത്ത്, വസാനി മാ അജ്റല്ലാഹുൽ ആദത്ത ബിഹി ഫി ദുനിയാ. വിശക്കുമ്പോൾ ഭക്ഷണം കഴിക്കുക, ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുക, ചൂട് വരുമ്പോൾ തണലത്തേക്ക് മാറി നിൽക്കുക, അതേപോലെ തണുപ്പ് രക്ഷപ്പെടാൻ വഴികൾ സ്വീകരിക്കുക തുടങ്ങിയ വ്യവസ്ഥകൾ, അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. അതൊരാൾ സ്വീകരിക്കാതിരിക്കുകയും അതുവഴി അയാൾക്ക് പ്രയാസമുണ്ടാകുകയും അത് നാശത്തിന് ഹേതുവാകുകയും ചെയ്താൽ അയാൾ ശിക്ഷയ്ക്ക്
അർഹനാണ് എന്ന ഭാഗം കൂടി പറഞ്ഞു. എന്നിട്ട് അത് ഓരോരുത്തരെയും കഴിവനുസരിച്ച് ഏറ്റ വ്യത്യാസമുണ്ടാകും. നബി തങ്ങൾ വിസ്വാൽ നോമ്പ് നോറ്റ കാര്യം പറഞ്ഞു. ചില ആളുകൾ ഭക്ഷണത്തിലോ ഉറക്കത്തിലോ ഒക്കെ അത്തരം ചില ശീലങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ ചിലക്കത് പറ്റിയേക്കാം. നമ്മൾ പറഞ്ഞു ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഭക്ഷണ രീതിയൊക്കെ നമ്മളത് പറഞ്ഞു. അതൊക്കെ ആപേക്ഷികമാണ്. ഒരാൾ കഴിയുന്ന മറ്റേ കഴിയണമെന്നില്ല, അയാൾ കഴിയാത്തത് ഇയാൾ കഴിഞ്ഞൂടാ എന്നില്ല, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അതാണ് രണ്ടാമത്തെ ഇനം. ഇനി മൂന്നാമത്തെ ഇനം വൽ ഖിസ്മു സാലിസ്, ഏറ്റവും അവസാനത്തെ വരി. മാ അജ്റല്ലാഹുൽ ആദത ബിഹി ഫിദ്ദുനിയ ഫിൽ അഅമ്മിൽ അഗ്ലബി. സാധാരണഗതിയിൽ അല്ലാഹു തആല അതൊരു ആദത്താക്കി വെച്ചതാണ്. എന്നൊരു പക്ഷേ അതുകൊണ്ട് നിർബന്ധമായും ആ കാര്യം നടക്കണം എന്നില്ല. സബബുകൾ രണ്ട് രൂപത്തിലാണ്. സബബ് മുസബബാത്ത്, ഒന്ന് അല്ലാഹു തആല ദുനിയാവിൽ വെച്ച സിസ്റ്റങ്ങൾ. ഇപ്പോൾ ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുക, അത് അല്ലാഹു വെച്ച വ്യവസ്ഥയാണ്. ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറും, അത് അങ്ങനെ തന്നെയാണ് ഒരു രീതി. പിന്നെ എന്തെങ്കിലും അത് തടസ്സമുണ്ടാകുകയോ മറ്റൊരു അസുഖം വരുമ്പോഴൊക്കെയാണ് അവരുടെ ദഹന പ്രക്രിയ കേടുപാട് വന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ പക്ഷെ അതുകൊണ്ട് ഗുണം കിട്ടാതെ പോയേക്കാം. അല്ലാത്തത്തോളം കാലം അല്ലാഹു വെച്ച ആദത്താണ്, ദുനിയാവിൽ അല്ലാഹു വെച്ച ആദത്ത്, ഒരു പതിവാണ് അത്. മറ്റൊന്ന് അതിൻ്റെ തന്നെ അല്ലാഹു വെച്ചതാണ്, പക്ഷേ സാധാരണഗതിയിൽ അതൊരു ആദത്താണ്. എന്നാൽ അതുകൊണ്ട് മാത്രം കാര്യം നടക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇപ്പം മരുന്ന് കഴിച്ചാൽ രോഗം മാറുക എന്നുള്ളത്, ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുന്ന പോലെ തന്നെ മരുന്ന് കഴിച്ചാൽ രോഗം മാറണമെന്നില്ല. ചിലപ്പോൾ അതിൻ്റെതായ മരുന്ന് കഴിച്ചാൽ പോലും ചിലപ്പോൾ രോഗം മാറില്ല, ചിലപ്പോൾ മരുന്ന് കഴിക്കാതെയും രോഗം മാറും. എന്നാൽ ഭക്ഷണം കഴിക്കാതെ വിശപ്പ് മാറുക എന്നത് സാധാരണഗതിയിൽ ഇല്ല. ഭക്ഷണം കഴിച്ചാൽ വിശപ്പ് മാറുക എന്നതോ ഉണ്ട് താനും. വെള്ളം കുടിച്ചാൽ ദാഹം മാറും, അത് അറിയപ്പെട്ട രീതിയാണ്. അതുകൊണ്ട് ദാഹിച്ച നമ്മളൊക്കെ വേഗം ചെല് വെള്ളം കുടിക്കലാണ്. എന്നാൽ വെള്ളം കുടിക്കാതെയും അയാൾ ദാഹം മാറി എന്നുണ്ടാവില്ല. അതുപോലുള്ള സബബല്ല ചികിത്സ എന്നുള്ളത്. ജോലിക്ക് പോയതുകൊണ്ട് മാത്രം ഒരാൾ പണക്കാരനാവണമെന്നില്ല. ജോലി കുറേ ചെയ്തു, പല കച്ചവടം ചെയ്തു, നല്ല കച്ചവടം ഉണ്ട്, പക്ഷേ എവിടേക്ക് എത്ര നമ്മൾ പറയുമോ എത്ര കാലം സാധു കച്ചവടം ചെയ്യണത്, ഇന്നേ വരെ ഒന്നും ആകാൻ പറ്റിയിട്ടില്ല എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് അത് സബബല്ല എന്നാണോ? അല്ല, സബബാണ്. പക്ഷെ സാധാരണഗതിയിൽ അല്ലാഹു തആല അതിനെ ഒരു സബബാക്കി വെച്ചിരിക്കുന്നു. എന്നാൽ അത് എല്ലാ സമയത്തും ഒരേപോലെ സബബാകണം എന്നില്ല. അതാണ് ഫിൽ അഅമ്മിൽ അഗ്ലബി എന്നത്. പൊതുവെ സാധാരണഗതിയിലൊക്കെ അത് സബബാണ്. അത്തരം കാര്യങ്ങൾ അതും ഇതിൻ്റെ ഭാഗമായി വന്നേക്കാം. ഇദാ അൻ ഖാൽ, അങ്ങനെ ഇബ്നു റജബ് പറയുന്നു, വഖദ് റുവിയ അൻ ഇബ്നു അബ്ബാസ് ഖാൽ, ഇബ്നു അബ്ബാസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നു, അദ്ദേഹം പറഞ്ഞു, കാന അഹ്ലുൽ യമനി യഹുജ്ജൂന വലാ യതസവ്വദൂന വയഖൂലുന നഹ്നു മുതവക്കിലൂൻ. ചില യമനുകാരൊക്കെ ഹജ്ജിന് വരും. ജാഹിലിയ കാലത്ത് യമനുകാർ ഹജ്ജിന് വരും. വലാ യതസവ്വദൂന, ഹജ്ജിന് വരുമ്പോൾ ഒരുക്കവും നടത്തൂല, ഭക്ഷണം ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല, ഒരു കയ്യും വീശിന് പോലും ഹജ്ജിന് പോകാറി. ഒരു പർച്ചെന്നാണ് നഹ്നു മുതവക്കിലൂൻ, ഞങ്ങൾ തവക്കുലാക്കി അറിയും. ഞങ്ങൾ തവക്കുലാക്കി ഹജ്ജിന് പോകില്ലേ, അതിന് ഭക്ഷണം വെള്ളമൊന്നും കൊണ്ടാണ് ആവശ്യമില്ല എന്നും പറഞ്ഞ് പോയിട്ട് വരും. എന്നിട്ട് പിന്നെ ഫയഹുജ്ജൂന, ഒരു ഹജ്ജ് ചെയ്യാൻ വരും. ഫയത്തുന മക്കയിൽ വന്നിട്ട് ഞങ്ങളൊക്കെ പിന്നെ കയ്യാട്ടം നോക്കും, കാരണം വിശക്കാണ്, അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ട്, അപ്പോൾ അവരോട് വല്ലതും തെളിയിക്കും. ഇങ്ങനെ യാചിച്ചുകൊണ്ടൊക്കെ ഇടങ്ങാറായി അവർക്ക് അവിടെ കഴിച്ചു കൂട്ടേണ്ട സാഹചര്യമുണ്ടായി. ഫഅൻസലല്ലാഹു ഹാദിൽ ആയ, ആ വിഷയത്തിൽ അല്ലാഹു ഈ ആയത്തിറക്കിയത്, വതസവ്വദു ഫഇന്ന ഖൈറസ്സാദി തഖ്വാ. ഹജ്ജിന് നിങ്ങൾ പോകുമ്പോൾ യാത്രക്ക് ആവശ്യമായ വിഭവങ്ങൾ നിങ്ങൾ ശേഖരിക്കണം എന്ന് അല്ലാഹു പ്രത്യേകം പറഞ്ഞു. എന്നാൽ ഏറ്റവും ഖൈറായ യാത്രാ വിഭവം തഖ്വയാകുന്നു. അപ്പം ഹജ്ജിന് പോകുമ്പോൾ ഏറ്റവും അധികം ഉണ്ടാവേണ്ടത് തഖ്വയാണ്. അതിനെ കൂടെ യാത്രക്ക് ആവശ്യമായ വിഭവങ്ങൾ, വസ്ത്രമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും വെള്ളമാണെങ്കിലും അതൊക്കെ കരുതിയിട്ട് വേണം നിങ്ങൾ പോകാൻ. അല്ലാതെ തവക്കുലാക്കിയെന്നും പറഞ്ഞിട്ട് ഒന്നുമില്ലാതെ പോകലല്ല എന്ന് അല്ലാഹു തആല ആയത്തിറക്കി. വഖദ് സുഇല അഹ്മദ് റഹിമഹുല്ലാഹ്, ഇമാം അഹ്മദിനോട് ചോദ്യമുണ്ടായി, അമ്മൻ യഖ്അദു വലാ യക്തസിബ്, ജോലിക്കൊന്നും പോകാതെ ഒരാളിങ്ങനെ ഇരിക്കുകയാണ്. വയഖൂൽ, അവൻ പറയുന്നു, തവക്കൽതു അലല്ലാഹ്, അവൻ പഠിക്കൊന്നും പോവില്ല, ജോലി ചെയ്യൂല, ഒരു വരുമാനം ഉണ്ടാക്കാൻ പോവില്ല, എന്നിട്ട് പരി കുത്തിറക്കുക. അവൻ ചോദിച്ചാൽ പറയും, ഞാൻ തവക്കുലാക്കിയതാണ്, എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ ആളെപ്പറ്റി ഇമാം അഹ്മദിനോട് ചോദിച്ചു. അപ്പോൾ ഇമാം അഹ്മദിന്റെ മറുപടി, ഫഖാൽ യംബഗി ലിന്നാസി കുല്ലിഹിം അൻ യതവക്കലു അലല്ലാഹ്, എല്ലാവരും ചെയ്യേണ്ടതാണ് തവക്കുൽ. തവക്കുൽ ഓ മാത്രം ചെയ്യേണ്ടതല്ലാന്ന്. എല്ലാവരും ഇങ്ങനെ ഇരുന്നാലോ അതോടെ മൊത്തം പൊളിയില്ലേ. അപ്പം തവക്കുൽ അവന് മാത്രമുള്ളതല്ല, അത് എല്ലാവരും ചെയ്യേണ്ടതാണ് തവക്കുൽ. എന്നാൽ വലാകിൻ യഊദൂന അലാ അൻഫുസിഹിം ബിൽ കസ്ബി, അവരൊക്കെ അധ്വാനിക്കാൻ പോവുകയാണ് വേണ്ടത്,
ജോലിക്ക് പോവുകയാണ് വേണ്ടത്. വഖദ് കാന അംബിയാഉ യുഅജ്ജിറൂന അൻഫുസഹും, പ്രവാചകന്മാർ പോലും കൂലിക്ക് വേണ്ടി ജോലി ചെയ്യാൻ പോയിട്ടുണ്ട്. ഒരാളും ഞങ്ങൾ നബിയാണ്, ഞാൻ തവക്കുലാക്കിയിരിക്കാനായിട്ട് ഒരു നബിയും അധ്വാനിക്കാതെ ഇരുന്നിട്ടില്ല. വക്കാന നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഅജ്ജിറു നഫ്സഹു വഅബൂബക്കർ വഉമർ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ അവരും കൂലിക്ക് ജോലി ചെയ്യാൻ പോയിട്ടുണ്ട്. വലം യഖൂലു, അവരാരും പറഞ്ഞിട്ടില്ല നഖഅദു, ഞങ്ങൾ ഇരിക്കുകയാണ്, ഹത്താ യർസുഖനല്ലാഹ്, അല്ലാഹ് റിസ്ക് നൽകും എന്ന് പറഞ്ഞ് അവരാരും അങ്ങനെ ഇരുന്നിട്ടില്ല. വഖാല അല്ലാഹു തആല ഫന്തശറു ഫിൽ അർളി വബ്തഗൂ മിൻ ഫദ്ലില്ലാഹ്. ഇമാം അഹ്മദ് ആയത്ത് മോദി കൊടുത്തു. അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്, വെള്ളിയാഴ്ച നിസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ ഫദ്ലും തേടി നിങ്ങൾ ഭൂമിയിലൂടെ ഇറങ്ങണം എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുമുണ്ട് എന്ന് ഇമാം അഹ്മദ് മറുപടി കൊടുക്കുന്നു. അപ്പോൾ തവക്കുലാക്കുക എന്ന് പറഞ്ഞാൽ ഇതൊന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല. എത്ര ആൾ ജോലിക്ക് പോയി ഓൻ എന്തെങ്കിലും കിട്ടിയോ എന്ന് ചോദിക്കാൻ പറ്റൂല, ഇതും അവൻ ചെയ്യേണ്ടത് തന്നെയാണ്. വഖറജ തിർമിദിയു മിൻ ഹദീസ് അനസ് ഖാൽ, അനസ് ബിൻ മാലിക് പറഞ്ഞതായി ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. ഖാല റജുലുൻ യാ റസൂലല്ലാഹ് അഅഖിലുഹാ വഅതവക്കലു ഔ ഉതല്ലിഖുഹാ വഅതവക്കലു. നബിയെ, ഒരു പള്ളിക്ക് വന്നൊരു മനുഷ്യൻ ഒട്ടകത്തിനെ കൊണ്ടാണ് വന്നത്. അപ്പം നബിനോട് ചോദിച്ചു, നബി ഈ ഒട്ടകത്തെ കെട്ടിയിട്ട് തവക്കുലാക്കണോ അതല്ല ഇങ്ങനെ അയച്ചു വിട്ട് തവക്കുലാക്കിയാൽ മതിയോ ചോദിച്ചു. പള്ളിക്ക് വരുമ്പോൾ ഒട്ടകം അവിടെ നോട്ടെ, തവക്കുലാക്കി അല്ലാഹ് നോക്കിക്കോളും എന്ന് പറഞ്ഞാൽ അവിടെ അയച്ചു വിട്ടിട്ട് തവക്കുലാക്കണോ അതല്ല അവിടെ കെട്ടിയിട്ടിട്ട് തവക്കുലാക്കണോ? അവൻ നബി തങ്ങൾ പറഞ്ഞു ഇഖ്ൽഹാ വതവക്കൽ, കെട്ടിയിടുക എന്ന് നീ തവക്കുലാക്കുക. കെട്ടിയിടുമ്പോൾ അവൻ ചെയ്യാൻ പറ്റുമ്പോൾ ചെയ്തു, നമ്മൾ ചെയ്യാനുള്ള പണി ചെയ്തു, ഇനി ബാക്കി അല്ലാഹ് ഏൽപ്പിച്ചു. നമ്മൾ കെട്ടിയിടാതെ ഇട്ടാലോ അതങ്ങനെ പോകും, അല്ലാഹ് നോക്കിക്കോളും എന്ന് പറഞ്ഞ അർത്ഥമില്ല. അല്ലാഹ് നമ്മോട് ആവശ്യപ്പെട്ടതാണ് അസ്ബാബുകൾ പ്രാവർത്തികമാക്കാൻ. ആ അസ്ബാബ് പ്രാവർത്തികമാക്കാതെ തവക്കുലാക്കുക എന്നുള്ളത് തവക്കുലല്ല. വഹാദാ കുല്ലുഹു ഇശാറത്തുൻ ഇലാ അന്ന തവക്കുല ലാ യുനാഫി അൽ ഇത്യാന ബിൽ അസ്ബാബിൽ മുബാഹ. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് തവക്കുൽ എന്നത് അനുവദനീയമായ എല്ലാ വ്യവസ്ഥകളെയും സ്വീകരിക്കുന്നതിന് എതിരല്ല എന്നാണ് ഇതൊക്കെ അറിയിക്കുന്നത്. എന്ന് മാത്രമല്ല ബൽഖദ് യകൂൻ ജംഉഹാ അഫ്ളലു, ഇത് രണ്ടും കൂടെ ജംഉ ചെയ്യാണ് ശ്രേഷ്ഠമായത്. വ്യവസ്ഥകൾ ചെയ്യുന്നു, ഒപ്പം റബ്ബിൽ തവക്കുലാക്കുന്നു, ഇത് രണ്ടും കൂടെ സംയോജിപ്പിക്കുക, അതാണ് അഫ്ളൽ. വഖദ് ലഖിയ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ജമാഅത മിൻ അഹ്ലിൽ യമൻ, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു യമനിൽ നിന്ന് വന്ന സംഘത്തെ കണ്ടു. ഫഖാല മൻ അൻതും, അപ്പം നിങ്ങളെന്താ ആരാങ്ങൾ വെച്ചു? ഒരാളിങ്ങനെ പള്ളിയിലിരിക്കുകയാണ്, മദീനത്തെ പള്ളിക്ക് ഒരാളിങ്ങനെ ഇരിക്കുകയാണ്. ഓരോ എപ്പോഴും അവിടെ തന്നെ ഉണ്ട്, പോണില്ല. ഉമർ ഖത്താബ് എന്താ പരിപാടി, എന്താ നിങ്ങൾ എടുക്കണേ ചോദിച്ചു. അവർ പറഞ്ഞു അഹ്ലുൽ മുതവക്കിലൂൻ, ഞങ്ങൾ തവക്കുലാക്കിയതാണ്, ഞങ്ങൾ തവക്കുലാക്കി ഇവിടെ ഇങ്ങനെ പള്ളി കൂടാണ്. ഖാല ബൽ അൻതുൽ മുതഅക്കിലൂൻ, ഭർത്താവ് നിങ്ങൾ തവക്കുലാക്കിയതല്ല, നിങ്ങൾ തഅക്കുലാക്കാണ്, തിന്നാനുള്ള പരിപാടിയാണ്. അല്ലേ തവക്കുലല്ല. ഇവിടെ കഴിഞ്ഞാൽ ഓരോരുത്തരും ഇങ്ങനെ കൊടുത്തു കൊടുക്കും, അപ്പം വെറുതെ അധ്വാനിക്കാതെ തിന്നാൻ പറ്റും. ഇത് തവക്കുലല്ല, ഇത് തഅക്കുലാണ്. ഇന്നമൽ മുതവക്കിലു, ശരിയായ മുതവക്കിൽ അല്ലദീ യുൽഖി ഹബ്ബഹു ഫിൽ അർളി വയതവക്കൽ അല്ലാഹ്, വിത്ത് മണ്ണിലേക്ക് ഇട്ടിട്ട് തവക്കുലാക്കുന്നവരാണ് മുതവക്കിൽ. അതായത് ഓൻ കൃഷി ചെയ്യട്ടെ, വിത്തിരട്ടെ, കൃഷിയും ചെയ്യട്ടെ, എന്നിട്ട് പിന്നെ ഓൻ അല്ലാഹനെ തവക്കുലാക്കണം. അല്ലാതെ ഇവിടെ പള്ളിക്ക് തന്നിട്ട് ആരെയും മുന്നിൽ കൊടുന്നേരം അവങ്ങനെ തിന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുക, ഞങ്ങൾ തവക്കുലാക്കി ആ പരിപാടി ഇവിടെ പറ്റൂല എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവർ ഉപദേശിച്ചതാണ്. വബിഹാദിൽ ഖദ്രി കിഫായ, ഇൻഷാഅല്ലാഹ് ഇത് മതി, മനസ്സിലാകാൻ മാത്രം പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പോൾ ഏതായിരുന്നാലും തവക്കുൽ എന്ന് പറഞ്ഞാൽ നിർബന്ധമായ കാര്യമാണ്, ഇബാദത്തിന്റെ ഏറ്റവും മഹത്വമായ കാര്യമാണ്. അതിനർത്ഥം നമ്മൾ ചെയ്യേണ്ട ഒരു പണിയും ചെയ്യാതെ തവക്കുലാക്കിയിരിക്കുക എന്നുള്ളതല്ല. പിന്നെ പഠിച്ചോൻ തന്നെയാണ് നമുക്ക് ഈ വ്യവസ്ഥകളൊക്കെ നിശ്ചയിച്ചു തന്നത്. ആ വ്യവസ്ഥകളെല്ലാം പ്രാവർത്തികമാക്കുകയും വേണം. അതിനപ്പുറമുള്ള നമ്മുടെ കഴിവിൽപ്പെട്ട് ചെയ്യുന്നു, കഴിവിനപ്പുറത്തുള്ള കാര്യങ്ങൾ പടച്ച റബ്ബിലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യുന്നു. അതാണ് ശരിയായ തവക്കുൽ. മൂന്നാമത്തെ കഴിഞ്ഞു, മഹബത്ത് പറഞ്ഞു, ഖൗഫ് പറഞ്ഞു, തവക്കുലും പറഞ്ഞു. ഇനി നാലാമത്, ഇതെന്തിന് നാലാമത്താണ്? എന്തിനാ ഈ നാലാമത്ത്? ഷിർക്ക് വരുന്ന വഴികൾ, വസായിലു ഷിർക്ക്, ഷിർക്ക് വരുന്ന വഴികൾ. നാലാമത്തെ അശ്ശിർക്കു ഫി ത്വാഅത്തി, അനുസരണയിലുള്ള തവക്കുൽ. ഒരാളെ അനുസരിക്കുക, അതിലുള്ള ഷിർക്ക്, അതിലുള്ള ഷിർക്ക്. അനുസരിക്കുമ്പോൾ ഷിർക്ക് വരുന്ന സന്ദർഭങ്ങളുണ്ട്. എല്ലാ അനുസരണയും ഷിർക്കല്ല, എന്നാൽ ഷിർക്കാകുന്ന അനുസരണങ്ങളുണ്ട്. അതെവിടെയാണ്? ഇഅ്ലമു വഫഖനില്ലാഹു വഇയ്യാകും അന്ന മിന അശ്ശിർക്കി ത്വാഅത്തുൽ ഉലമാഇ വൽ ഉമറാഇ ഫീ തഹ്രീരി മാ ഹറമല്ലാഹ് ഔ തഹ്രീമി മാ അഹല്ലല്ലാഹ്. ഷിർക്കിൽപ്പെട്ടതാണ് പണ്ഡിതന്മാരെയോ നേതാക്കളെയോ അനുസരിക്കൽ.
എന്തിന്? അള്ളാഹു ഹറാമാക്കിയതിനെ ഹലാലാക്കുന്ന കാര്യത്തിലും അള്ളാഹു ഹലാലാക്കിയതിനെ ഹറാമാക്കുന്ന കാര്യത്തിലും പണ്ഡിതന്മാരെയോ നേതാക്കളെയോ അനുസരിക്കൽ ശിർക്കിൽപ്പെട്ടതാകുന്നു. ഇസ്ലാമിൽ കാര്യം ഹറാമാണ്. പണ്ഡിതന്മാരെ കൂട്ടി പറഞ്ഞു അത് നമ്മൾ ഇന്ന് മുതൽ നമ്മൾ ഹലാലാക്കുകയെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അത് ഹലാലായി എന്ന് വിശ്വസിക്കുകയാണെങ്കിൽ അത് ശിർക്കാണ്. അല്ലെങ്കിൽ നേതാക്കന്മാരെ കൂടി ഇതൊരു തീരുമാനമാക്കി ഇസ്ലാമിൽ ഇത് പാടില്ല, പക്ഷേ നമ്മൾ ഇന്ന് മുതൽ സംഘടന കൂടിയിട്ട് ഇത് മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതോടെ ഇനി അത് ദീന നിയമം മാറി എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ അത് ശിർക്കാണ്. അല്ലാഹു തആല അല്ലാഹ് പറഞ്ഞു ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹി വൽ മസീഹ ഇബ്നു മറിയം. ജൂതക്രൈസ്തവരെ പറ്റി അല്ലാഹ് പറഞ്ഞു അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളായി സ്വീകരിച്ചിരിക്കുന്നു. വൽ മസീഹ ഇബ്നു മറിയമ, മറിയമിന്റെ പുത്രൻ മസീഹിനെയും അവർ റബ്ബായി സ്വീകരിച്ചിരിക്കുന്നുവെന്ന് അല്ലാഹു തആല ആയത്തിറക്കി. വഫിൽ ഹദീസ് സ്വഹീഹി അന്ന നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലാ ഹാദിഹിൽ ആയ. സ്വഹീഹ് ഹദീസ് വന്നിട്ടുണ്ട്, നബി തങ്ങൾ ഈ ആയത്ത് ഓതി അല അദി ഇബ്നു ഹാത്തിം അത്വാഇ. അദി ഇബ്നു ഹാത്തിം അത്വാഇ എന്ന് പറയുന്ന യഹൂദി, അദ്ദേഹം യഹൂദിയായിരുന്നു, പിന്നെ ഇസ്ലാം സ്വീകരിച്ചു വന്നതാണ്. ഹാത്തിം അത്വാഇയുടെ മകനാണ് അദി. വലിയ സമ്പന്നനാണ്, വലിയ ഔദാര്യവാനാണ്, ഉള്ളതെല്ലാം വാരിക്കോരിക്കൊടുത്ത ജാഹിലിയ്യ കാലത്തെ വലിയ ധർമ്മിഷ്ഠനാണ് ഹാത്തിം അത്വാഇ. അറബികൾ ഇന്നും ഔദാര്യത്തിന് ഉപമ പറയുന്ന ഹാത്തിമിനെയാണ്. ഒരാൾ കാര്യമായി സ്വതക്ക ചെയ്യുകയാണെങ്കിൽ അയാൾ ഹാത്തിം അത്വാഇ ആണെന്ന് പറയും. അല്ലെങ്കിൽ ഔദാര്യം പറയുമ്പോൾ ഹാത്തിമിൻ്റെ ഔദാര്യം എന്ന് പറയുന്നത്. ഹാത്തിം അറബികൾക്ക് അന്ന് വലിയ പേര് കേട്ട ധർമ്മിഷ്ഠനാണ്, ധാരാളമായി അദ്ദേഹം കൊടുക്കുമായിരുന്നതാണ്. ആ ഹാത്തിമിൻ്റെ മകനാണ് അദി. അവർ ജൂത കുടുംബമായി, ക്രിസ്തീയ കുടുംബമായി അദി ഇബ്നു ഹാത്തിം. അതിനാണ് സ്വർണ്ണക്കുരിശും ധരിച്ചുകൊണ്ട് നബിയുടെ അടുത്തേക്ക് വരുന്നതൊക്കെ അദി. നബിനെ കാണാൻ വന്നപ്പോൾ സ്വർണ്ണത്തിൻ്റെ കുരിശ് കഴുത്തിലിട്ടുകൊണ്ടാണ് അദി വന്നതൊക്കെ. അത് നബി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തതും ഇതിൻ്റെ പിന്നെ മൗഢ്യത ബോധ്യപ്പെടുത്തുകയും ചെയ്തപ്പോൾ അവസരം അദി ഇസ്ലാം സ്വീകരിക്കുകയാണ് ചെയ്തത്. ആ അദീന്റെ മുമ്പിൽ നബി തങ്ങൾ ഈ ആയത്തോതി. ഈ ആയത്ത് കേട്ടപ്പോൾ അദി പറഞ്ഞു യാ റസൂലല്ലാഹ് ലസ്നാ നഅ്ബുദുഹും, നബിയെ ഞങ്ങൾ അവരെ ആരാധിക്കുന്നില്ലല്ലോ എന്നാണ്. പണ്ഡിതന്മാരെ റബ്ബുകളാക്കിയതാണ്, ഞങ്ങളാരും പണ്ഡിതന്മാരെ ആരാധിക്കുന്നില്ല എന്ന് അദി പറഞ്ഞു. ഫഖാൽ, അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു അലൈസ യുഹില്ലു ലക്കും മാ ഹറമല്ലാഹ് ഫതുഹില്ലുനഹു, അല്ലാഹ് ഹലാലാക്കിയ കാര്യം, അല്ലാഹ് ഹറാമാക്കിയ കാര്യം അവർ നിങ്ങൾക്ക് ഹലാലാക്കി തരുന്നില്ലേ, അപ്പോൾ നിങ്ങൾ ഹലാലായി കാണുന്നില്ലേ? തൗറാത്തിൽ ഹറാമാന്നുണ്ട്, നിങ്ങളെ പണ്ഡിതന്മാരെ കൂട്ടി പറയുന്നു ഇത് ഹലാലാക്കിയിരിക്കുന്നു. അങ്ങനെ പണ്ഡിത സഭ കൂടി ഹറാമിനെ ഹലാലാക്കി കൊടുത്താൽ നിങ്ങൾ ഹലാലായി കാണുന്നില്ലേ? വയുഹർരിമൂന മാ അഹല്ലല്ലാഹ് ഫതുഹർരിമൂനഹു, അല്ലാഹ് ഹലാലാക്കിയതിനെ അല്ലാഹു ഹലാലാക്കിയതിനെ അവർ ഹറാമാക്കി തന്നാൽ നിങ്ങൾ ഹറാമായി കാണുന്നില്ലേ? ഖാല ബലാ, അതുപോലെ അതെ അതുണ്ട്, അത് ഞങ്ങളെ പണ്ഡിതന്മാർക്ക് അങ്ങനത്തെ ഒരു അധികാരം പകച്ചു കൊടുത്തത്. അതിന്നും അങ്ങനെ തന്നെയാണ്. ക്രിസ്തീയ സഭ കൂടി മത നിയമങ്ങൾ മാറ്റും. ഇന്നലെ വരെ മതത്തിൽ നിയമമല്ലാത്തത് ഇന്ന് സഭ പാസ്സാക്കി കഴിഞ്ഞാൽ നിയമമായി മാറും. അത് വിശുദ്ധരാക്കുന്ന ഭാഗമാണ്. അത് സഭ പ്രഖ്യാപിക്കണം, ഇന്നാൾ വിശുദ്ധരാണ്, ഒരു അമ്പളക്കളം വെച്ചാണ്. സഭ വിശുദ്ധരായി പ്രഖ്യാപിച്ച ആളോട് മാത്രമേ ദ്വാരിക്കുള്ളൂ. നമ്മൾ ഏത് വിരാന്തന്മാരോടും ദ്വാരിക്കും, ആരും പ്രഖ്യാപിക്കണം ആവശ്യമില്ല. ഒരു സഭ കൂടി ഔദ്യോഗികമായിട്ട് അവിടുന്ന് മേലെന്ന് ഓർഡർ വരണം, ഇയാൾ വിശുദ്ധനായി പ്രഖ്യാപിച്ചിരിക്കുന്നു, ഇനി മുതൽ അയാൾ നമുക്ക് തവസ്സുലാക്കാം. അതാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ച ആളുകൾക്ക് തവസ്സുലാക്കാം. ഉദ്ദിഷ്ട കാര്യത്തിന് ഇടയാളനായി സ്വീകരിക്കാവുന്ന, തവസ്സിലാക്കാവുന്ന രീതി എത്തണമെങ്കിൽ ഓരോ പണ്ഡിത സഭ കൂടിയിട്ട് തീരുമാനിക്കണം ഇയാൾ വിശുദ്ധനാണ്. അത് മരിച്ചതിന് ശേഷം പ്രഖ്യാപിക്കുള്ളൂ, അതിന് മുമ്പ് പ്രഖ്യാപിക്കില്ല. നമ്മുടെ നാട്ടിൽ ആരും എവിടെയും പ്രഖ്യാപിക്കൊന്നും വേണ്ട. എവിടെയെങ്കിലും ഒരുത്ത രണ്ട് കല്ലുത്തിയാൽ മതി, എന്നാൽ അവിടെ പോയിക്കാണ്ട് തവസ്സുകയല്ല നയിക്കുന്നതിനെ ചോദിക്കുകയും ഓരാണ് ലോകം മൊത്തം നിയന്ത്രിക്കുകയും വിശ്വസിക്കുകയും ചെയ്യും. അതാണ് നമ്മുടെ ഗതി. ഈസാ നബി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് നമ്മൾ വിശ്വാസം, കുരിശത്ത് അടച്ചിട്ട് അവിടുന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു നമ്മൾ വിശ്വസിക്കുന്നത്. അതാണ് ഈസ്റ്ററൊക്കെ. നമുക്ക് എപ്പോൾ വിളിച്ചാലും അപ്പോൾ എഴുത്തി വരുന്ന വിശ്വസിക്കുന്നത്. ഇവിടുന്ന് എപ്പോൾ വിളിച്ചാലും വായി മൂടാൻ മുമ്പ് ഇവിടെ ഉത്തരം ചെയ്യും എന്നാണ് നമ്മുടെ കൗമിൻ്റെ വിശ്വാസം. അപ്പം ഇവർ പണ്ഡിതന്മാർക്ക് ആ അധികാരം വകവെച്ചു കൊടുത്തു. അല്ലാഹ് ഹറാമാക്കിക്കൊണ്ട് തൗറാത്തിലും ഇഞ്ചിയിലും നിയമമിറക്കിയാൽ പണ്ഡിതന്മാർക്ക് ഹലാലാക്കാൻ അധികാരമുണ്ടെന്നാണ്. അതിന് മാത്രം പവറുള്ള പണ്ഡിതന്മാർ. അപ്പം അവർ കൂടി ചർച്ച ചെയ്തിട്ട് പറയും ഈ നിയമം മാറ്റുകയാണ് എന്ന് പറഞ്ഞാൽ അന്ന് മുതൽ പിന്നെ അതായി നിയമം.
ഇത് അവർക്കുള്ള ഇബാദത്താകുന്നു എന്ന് നബി തങ്ങൾ പറഞ്ഞു. ഫതിൽക ഇബാദത്തുഹും, അത് തന്നെയാവുന്നു അവർക്കുള്ള ഇബാദത്ത് എന്ന് നബി തങ്ങൾ പറഞ്ഞു. റവാഹു തിർമിദിയു വഗൈറുഹു, ഇമാം തിർമിദിയും മറ്റും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വഖദ് ഫസ്സറ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫീഹി ഇത്തിഖാദൽ അഹ്ബാരി വറുഹ്ബാനി അർബാബ. ഈ ആയത്തിൽ പറഞ്ഞ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും റബ്ബുകളാക്കുക എന്നതിനെ നബി തങ്ങൾ തന്നെ വിശദീകരിച്ചു. ഇവിടെ എന്താണ് ഈ ആയത്തിൽ പറഞ്ഞത്? നബി തന്നെ വിശദീകരിച്ചു കൊടുത്തു. എന്താണ് വിശദീകരണം? ബിഅന്നഹു ലൈസ മഅനാഹു അർറുകൂഉ വസുജൂദു ലഹും. ഈ ആയത്തിൽ പറഞ്ഞ അർത്ഥം പണ്ഡിതന്മാരുടെ മുമ്പ് റുക്കൂ ചെയ്യുക, സുജൂദ് ചെയ്യുക എന്നല്ല. പിന്നെയോ വഇന്നമാ മഅനാഹു ത്വാഅതുഹും ഫി തഗ്യീരി അഹ്കാമില്ലാഹി വതബ്ദീലി ശരീഅത്തിഹി, അള്ളാഹിന്റെ ഹുക്മുകൾ മാറ്റുക, ശരീഅത്ത് നിയമങ്ങൾ മാറ്റുക, ഇതാണ് ഉദ്ദേശമെന്ന് നബിതങ്ങൾ തന്നെ വിശദീകരിച്ചു. ബിതഹ്ലീലിഹിം അൽ ഹറാമ വതഹ്രീമിഹിം അൽ ഹലാല, അവർ ഹറാമിനെ ഹലാലാക്കുന്നു, ഹലാലിനെ ഹറാമാക്കുകയും ചെയ്യുന്നു. വഅന്ന ദാലിക യുഅ്തബറു ഇബാദത്തൻ ലഹും മിൻ ദൂനില്ലാഹ്, അത് അവർക്കുള്ള ഇബാദത്തായി പരിഗണിക്കപ്പെടും. ഹൈസു നസബു അൻഫുസഹും ശുറകാ ലില്ലാഹി ഫിത്തശ്രീഇ, അവർ സ്വയം ശരീഅത്ത് നിയമം ഉണ്ടാക്കുന്ന കാര്യത്തിൽ റബ്ബിന്റെ പങ്കുകാരായി സ്വയം അവരോധിക്കപ്പെട്ടവരാകുന്നു അവർ. ഫമൻ അത്വഅഹും ഫീ ദാലിക, അതിൽ അവർ അനുസരിച്ചാൽ ഫഖദ് ഇത്തഖദഹും ശുറകാ ലില്ലാഹി ഫിത്തശ്രീഇ വത്തഹ്ലീൽ വത്തഹ്രീം, അവർ ആ കാര്യത്തിൽ പടച്ച റബ്ബിനോട് തുല്യന്മാരെ പങ്കുകാരെ സ്വീകരിച്ചവരായി മാറി. വഹാദാ മിനശ്ശിർക്കിൽ അക്ബർ, ഇതാവട്ടെ വലിയ ശിർക്കാണ് താനും. ലിഖൗലിഹി തആല ഫിൽ ആയ, നിയമനിർമ്മാണ അധികാരം കൊടുത്തു. ഹാക്കിമിയത്ത്, ഉലൂഹിയത്ത് വന്നു, ഹാക്കിമിയത്തും വന്നു. ഹുക്മ പറയാനുള്ള അധികാരം അള്ളാഹു അല്ലാത്തവർക്ക് വകച്ചു കൊടുത്തു. ഇതാണ് ശരിക്കും ഹാക്കിമിയത്തിലെ തൗഹീദ് പറഞ്ഞത്. അല്ലാതെ നമ്മൾ വോട്ട് ചെയ്താൽ തൗഹീദ് പൊടിയൊന്നുമില്ല, അതല്ല. ഹാക്കിമിയത്ത് മത നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം അള്ളാഹു തആലക്ക് മാത്രം, ഇനി ഹുക്മ ഇല്ലാതില്ല, അത് വേറൊക്കെ അധികാരമില്ല. അത് ഒരാൾക്ക് വകവെച്ചു കൊടുത്താൽ അത് ഹാക്കിമിയത്തിൽ പങ്കു ചേർത്തു. സ്വാഭാവികമായും ഉലൂഹിയത്തിൽ പങ്കുചേർത്തു, അതാണ് നാമമാണ് ഹാക്കിം എന്നുള്ളത്, അതിൽ പങ്കു ചേർത്തു. അള്ളാഹിന് മാത്രം അവകാശമായി, ഇലാഹിന് മാത്രം അവകാശപ്പെട്ടതാണ് ഹുക്മ പറയാന്നുള്ളത്, അതിൽ പങ്കു ചേർത്തു. റുബൂബിയ്യത്തിലും സ്വാഭാവികമായും അവിടെ പങ്കു ചേർക്കൽ വരുന്നു. ഹുക്മും അതിൻ്റെ ഭാഗമാണ്, ഖൽഖിന്റെ ഭാഗം തന്നെയാണ് ഹുക്മും വരും. കാരണം ഇലാഹിന് മാത്രം ഖാസായതാണ് ആ ഇസ്മുകളൊക്കെ, അല്ലാണ്ട് എല്ലാ ഇസ്മും ഇലാഹിന് മാത്രം ഖാസാണ്, ഖാലിഖിന് മാത്രം ഖാസ. ഖാലിഖേ ഇലാഹാവുള്ളൂ. ഇലാഹാണോ ഖാലിഖായിരിക്കണം, ഇലാഹും ഖാലിഖുമാണോ ഈ നാമങ്ങളെല്ലാം ഉള്ളവനായിരിക്കണം. ഇപ്പൊ സമീ അല്ലാത്തൊരു ഖാലിഖ് ഉണ്ടാവില്ല, അലീമല്ലാത്തൊരു ഇലാഹ് ഉണ്ടാവില്ല. അപ്പൊ ഖാലിഖേ ഇലാഹ ആകുള്ളൂ. ഖാലിഖാണ് ഇലാഹാണ് എങ്കിൽ ഈ നാമങ്ങളും വിശേഷങ്ങളും ഉണ്ടായേ തീരൂ. അതെല്ലാം പരസ്പരം തലാസും ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒന്നിൽ പങ്കു ചേർത്താൽ തന്നെ സ്വാഭാവികമായും അത് പരസ്പരം കണക്റ്റഡാണ്. അപ്പം ഈ വിഷയത്തിൽ അവൻ ഹാക്കിമിയത്തിൽ പങ്കു ചേർത്തു. ഇതാണ് ഖവാരിജുകൾ പഴയകാലത്ത് തെറ്റായി മനസ്സിലാക്കിയത്. ഇതിന് ഹുക്കുമില്ലാതില്ല എന്ന് പറഞ്ഞിട്ട് വിധി പറയാൻ അള്ളാഹ്ക്ക് മാത്രമേ അവകാശമുള്ളൂ. അവിടെ അലി വിധി പറയാൻ പോകുന്നു, അതിനാൽ അലി സ്വയം ഇലാഹായി സമഞ്ഞവനാണ്, അത് അനുസരിച്ചവനൊക്കെ കാഫിറായി പോയി എന്ന് പറഞ്ഞിറങ്ങിയ ഖവാരിജുകൾ. അന്നത്തെ രാഷ്ട്രീയ പ്രശ്നത്തിൽ മദ്യം പറയാൻ വേണ്ടി അംർ ഇബ്നു ആസിനെ തിരഞ്ഞെടുത്തു, അലിയും മുആവിയയും റളിയല്ലാഹു അൻഹു. അങ്ങനെ മസ്ലഹത്താക്കി പിന്നെ അംർ ഇബ്നു ആസ് മധ്യവർത്തിയായി വന്നു. ആ മസ്ലഹത്തിലൂടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നായപ്പോൾ പ്രശ്നം പരിഹരിക്കാൻ പറ്റൂല എന്ന് ആഗ്രഹിച്ചവരാണ് ഖവാരിജുകൾ. കുഴപ്പമുണ്ടാക്കുന്ന മനുഷ്യന്മാർ, ഉസ്മാൻ അഫ്ഫാനെ കൊന്ന ആളുകൾ. അവരുടെ ആഗ്രഹം ആ പ്രശ്നങ്ങൾ കത്തി നിൽക്കലാണ്, അത് അവസാനിക്കാൻ പാടില്ല. അപ്പം ഇവിടെ മസ്ലഹത്തായി കഴിഞ്ഞാൽ ആ പ്രശ്നം ഇവിടെ തീരും. അപ്പം അവർ ഇത് എങ്ങനെയെങ്കിലും എത്തിയും ഈ ഐക്യശ്രമം പൊളിക്കണം എന്നെനിക്ക് ഇറങ്ങി. അതിനൊരു കണ്ടുപിടിച്ച വഴിയായിരുന്നത് അല്ലാഹ് ഖുർആനിൽ പറയുന്നു ഇതിന് ഹുക്മ ഇല്ലാതില്ല, വിധി പറയാൻ അള്ളാഹ്ക്ക് മാത്രമേ അവകാശമുള്ളൂ. ഇപ്പം അലിയും മുആവിയയും കൂടി അംർ ഇബ്നു ആസിനെ വിധി പറയാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അപ്പം അള്ളാഹുവിൻ്റെ അധികാരത്തിന് അംറിനെ അവർ പങ്കു ചേർത്തിരിക്കുന്നു. അത് ശിർക്കാണ്, കുഫ്റാണ്. അതുവഴി അലി കാഫിറായിപ്പോയി, മുആവിയ കാഫിറായിപ്പോയി, അത് അംഗീകരിച്ചവരൊക്കെ കാഫിറായിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് അവർ രംഗത്തിറങ്ങി. അന്ന് അലി നബി തആലിബ് പറഞ്ഞു കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ, അവർ പറഞ്ഞ വചനം സത്യമാണ്. ഖുർആനിലെ വാക്കാണ്, ഈ ഹുക്കുമില്ലാതില്ല. ആ വാക്ക് സത്യമാണ്, പക്ഷേ അവരുടെ ഉദ്ദേശം ബാത്തിലാകുന്നു. അള്ളാഹ് ആ അർത്ഥത്തിലല്ല പറഞ്ഞത്, അവർക്ക് ദുരുദ്ദേശമാണ് എന്ന് പറഞ്ഞിട്ടാണ് അലി എതിർത്തത്.
അങ്ങനെയാണ് അവരുമായി ഇബ്നു അബ്ബാസ് സംവാദം നടത്താൻ പോയത്. ആ ഖവാരിജുകളുമായി ഇബ്നു അബ്ബാസ് പറഞ്ഞു, ഞാൻ സംവദിക്കാം, ഈ ഉമ്മത്തിലെ ഒന്നാമത്തെ സംവാദം അതാണ്. അപ്പം അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, വേണ്ട, കാരണം അവരുടെ സ്വഭാവം പറ്റ മോശമാണ്, അവർ എന്തും ചെയ്യാൻ മടിക്കാത്തവരാണ്, അതുകൊണ്ട് നിങ്ങൾ അവരുമായി സംവദിക്കാൻ പോയാൽ ഒരു പക്ഷേ നിങ്ങളെ കൊല്ലാൻ വരെ അവർ തയ്യാറാകും, അതുകൊണ്ട് വേണ്ട. അപ്പോൾ ഇബ്നു അബ്ബാസ് പറഞ്ഞു, അല്ല, എനിക്കൊരു ആത്മധൈര്യമുണ്ട്, അവരുമായി ഒന്ന് സംവദിച്ചാൽ അതിൽ പെട്ടുപോയ കുറേ മനുഷ്യന്മാരുണ്ട്, അവർക്കെങ്കിലും ഒരു പക്ഷേ രക്ഷപ്പെടാൻ പറ്റിയേക്കാം. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ഒരു ഹിമ്മത്ത്, നിശ്ചയദാർഢ്യം കണ്ടപ്പോൾ ഖലീഫ അനുവാദം കൊടുത്തു, ശരി, സംവാദം നടത്തിക്കൊള്ളിയാണ്. അങ്ങനെ ആയിരക്കണക്കായ ഖവാരിജുകളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് അവരുമായി സംവദിച്ചു. അവിടെ ചോദിച്ചു, എന്താ നിങ്ങളുടെ പ്രശ്നം? ഒരു ഇത് പറഞ്ഞു, ഈ ഹുക്കുമില്ലാതില്ല. അപ്പോൾ ഇബ്നു അബ്ബാസ് സമാനമായ കുറേ ആയത്താണ് എഴുതി കൊടുത്തു. ഭാര്യ ഭർത്താക്കന്മാർ നമ്മളെ പ്രശ്നം പറഞ്ഞപ്പോൾ അല്ലാഹ് പറഞ്ഞു, ഫബഅസു ഹക്കമൻ മിൻ അഹ്ലിഹി വഹക്കമൻ മിൻ അഹ്ലിഹാ. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റിയാൽ നിങ്ങൾ അവിടെ സുൽഹ് ഉണ്ടാക്കണം, അതിന് അവളുടെ കുടുംബത്തിൽ ഒരു ഹാക്കിമിനെയും അവൻ്റെ കുടുംബത്തിൽ ഹാക്കിമിനെയും നിങ്ങൾ അതിനു വേണ്ടി നിയോഗിക്കണം, എന്നിട്ട് അവൾ തമ്മിൽ മസ്ലഹത്ത് ഉണ്ടാക്കട്ടെ. അപ്പോൾ അത് ഖുർആനായത്തല്ലേ, ഹാക്കിമിനെ നിയമിക്കുക അല്ലാഹ് പറയുന്നു. അപ്പോൾ ഹുക്കും അല്ലാഹ്ക്ക് മാത്രമാണെങ്കിൽ ഈ ആയത്തെന്ന് ചെയ്യും. അപ്പോഴേ കുറേ ആൾ മേപ്പെട്ട അങ്ങനെ ആയത്ത് ഖുർആനുണ്ടോ? അങ്ങനെയാണ് 20,000 ആളുകൾ തിരിച്ചു പോകുന്നതെന്ന്. ആ സംവാദം കഴിയുമ്പോൾ 20,000 ആളുകളാണ് അന്ന് ഖവാരിജത്ത് വിട്ട് തിരിച്ച് പോകുന്നത്. അന്ന് ഇബ്നു അബ്ബാസ് ആദ്യം തന്നെ പോയി പറഞ്ഞു, നിങ്ങൾ പിഴച്ചവരാണ്, ഏറ്റവും വലിയ തെളിവ് ഒരു സ്വഹാബി പോലും നിങ്ങളൊപ്പമില്ല എന്നാണ്. ഇത്രയും സ്വഹാബിമാർ ജീവിച്ചിരുന്നിട്ട് ഒരു സ്വഹാബി പോലും നിങ്ങളെ കൂടെ ഇല്ല. നിങ്ങളത് ശരിയാണെങ്കിൽ സ്വഹാബിമാരാണ് ശരി, ആദ്യം സ്വീകരിക്കുക. അപ്പം മുമ്പിൽ സ്വഹാബികളുണ്ടാവും, ഒരു സ്വഹാബിയും നിങ്ങളെ കൂടെ ഇല്ല, അത് മാത്രം മതി, നിങ്ങളത് ശരിയല്ല മനസ്സിലാക്കാൻ തെളിവുന്ന. അതെന്നെ സാധാരണക്കാർക്ക് വലിയ ഒരു ബോധ്യപരമറ്റ കാര്യമാണ്. അങ്ങനെയാണ് ഈ ഖവാരിജുകൾക്ക് ഏറ്റവും വലിയ ശത്രുവായി ഇബ്നു അബ്ബാസ് മാറണമൊക്കെ. ഇബ്നു അബ്ബാസിനെ പലപ്പോഴും പിന്നെ ഒരു കൊല്ലാൻ വേണ്ടി ശ്രമിച്ചെടുക്കണ്ട്. വളരെ മോശമായ ശൈലിയിൽ ഇബ്നു അബ്ബാസിനെ പോലെ പലപ്പോഴും അഡ്രസ്സ് ചെയ്ത് കാണാൻ പറ്റും. ഇബ്നു അബ്ബാസിന് പ്രായമായി അവസാനം കണ്ണിൻ്റെ കാഴ്ച പോലും പോയി നഷ്ടപ്പെട്ട് പിന്നെ വളരെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്ത് പോലും ഇബ്നു അബ്ബാസിനെ അങ്ങേയറ്റം മോശമായി തെറി വിളിച്ചവരാണ് പിന്നീട് ഖവാരിജുകൾ. ആ ഖവാരിജുമായിട്ടാണ് അലി അബി ത്വാലിബ് പിന്നെ നെഹ്റുവാണി വെച്ച് യുദ്ധം ചെയ്തതൊക്കെ. പോലും പറഞ്ഞു ഈ വാദമായിരുന്നു, ഹുക്കം പറയാൻ അല്ലാഹ്ക്ക് മാത്രമേ അധികാരമുള്ളൂ, വേറെ ആർക്കും അധികാരമില്ല. ആ അധികാരം വകവെച്ച് കൊടുക്കുക വഴി ഇവരൊക്കെ ഇസ്ലാം എന്ന് പുറത്തു പോയിരിക്കുന്നു. അതാ ഖവാരിജുകൾ. അതേ വാദമാണ് ഇപ്പോൾ IS വാദിക്കുന്നത്. അതുകൊണ്ട് അവരെ പറ്റി ഖവാരിജുൽ അസ്ർ എന്ന് ഇപ്പോൾ വഫാത്തായ ആലു ഷെയ്ഖ് റഹിമഹുല്ല അദ്ദേഹം അന്നും ഹജ്ജിൽ വെച്ച് പിന്നെ അറഫ പ്രസംഗത്തിൽ പറഞ്ഞു, ഖവാരിജുൽ അസ്ർ, ഈ കാലഘട്ടത്തിലെ ഖവാരിജികളാകുന്നു അവർ എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത്. കാരണം അതേ അസ്ലാണ് അവർ ഇസ്ലാമിൻ്റെ പേരിൽ തീവ്രവാദം കൊണ്ടുവരുന്ന എല്ലാവരുടെയും അസ്ലതാണ്. ഹുക്കം അല്ലാഹ്ക്ക് മാത്രം, വേറെ ആർക്കില്ല. അതുതന്നെയാണ് ഇവിടെ നമ്മുടെ നാട്ടിലും ചില ആൾക്ക് പണ്ട് വഹിച്ചതും. അങ്ങനെയാണ് ജനാധിപത്യം കുഫ്രാണ്, ഇവിടെ വോട്ട് ചെയ്യാൻ പാടില്ല, ജോലി ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് സർട്ടിഫിക്കറ്റ് പോലും കീറിപ്പോയ മനുഷ്യന്മാരൊക്കെ മരിച്ചു നിന്നിട്ടില്ല. ഇപ്പോഴൊക്കെ മാറി, ഇപ്പോഴൊക്കെ മാറ്റുണ്ടാക്കി, അത് വേറെ കാര്യം. അപ്പോൾ അതൊക്കെ ഈ ബേസിലാണ് അവിടെ അബദ്ധം സംഭവിക്കുന്നത്. അപ്പോൾ ഹുക്കം പറയാം അല്ലാഹ്ക്ക് മാത്രം അധികാരം എന്ന് പറഞ്ഞാൽ ശരീഅത്തിന്റെ ഹുക്കുമാണ്, മതനിയമങ്ങൾ. അല്ല ഇവിടെ വീടുണ്ടാക്കണം, എവിടെ റോഡുണ്ടാക്കണം, എവിടെ പിന്നെ മതിൽ കെട്ടണം, ഈ തീരുമാനമൊന്നും അല്ലാഹ് തീരുമാനിച്ചിട്ടില്ല. അത് നമുക്ക് കൂടി തീരുമാനിക്കാം. നമ്മുടെ നിയമസഭ അത് തീരുമാനിക്കുക. ഇനി നമ്മുടെ നിയമസഭ കൂടിയിട്ട് ഒരു കള്ളുഷാപ്പ് ലൈസൻസ് കൊടുത്താൽ, ലൈസൻസ് ഉള്ള കള്ളുഷാപ്പ് പോയി കള്ളുടിച്ചാൽ ഹറാമില്ല എന്ന് ഒരുത്തം വിശ്വസിച്ചാലോ? അപ്പോൾ ശിർക്ക് വന്നു. ഒരുത്തം വിശ്വസിക്കുകയാണ്, നിയമസഭ പാസ്സാക്കിയില്ലേ, ഇനി പ്രശ്നമില്ല. ആ ലൈസൻസ് ഉള്ളടുത്ത് പോയാൽ പ്രശ്നമില്ല, അല്ലാത്തടത്ത് പോയി സ്വകാര്യത്തിൽ കുടിച്ചാൽ അതാണ് ഹറാമാവുക എന്ന് വാദിക്കുന്നുവെങ്കിൽ ഈ തശ്രീൻ അധികാരം ആ നിയമസഭക്ക് വെച്ചു കൊടുത്തു. അതാരില്ലല്ലോ, ഒരു മുസ്ലിം വിശ്വസിക്കുന്നല്ലോ. ഇപ്പം നിയമസഭ മൊത്തം പടെ മദ്യം അവിടെ കിടന്ന കഴിഞ്ഞിട്ടാ ഇവിടെ ആരും അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇനി അങ്ങനെ ഇവിടെ ഇപ്പം ഗവൺമെൻറ് മദ്യം അല്ലെങ്കിൽ വ്യഭിചാരം പലിശയൊക്കെ വ്യാപകമായി അനുഭവിച്ചാൽ പോലും, ഒരു പക്ഷെ അടിച്ചേൽപ്പിച്ചാൽ പോലും നമ്മളെന്താ വിചാരിക്കുക, എന്താ പകാട്ട് നിവൃത്തില്ലല്ലോ, ഹറാമായ കാര്യമാണ്, പക്ഷെ ഇവിടെ വേറെ മാർഗമില്ല, അതുകൊണ്ട് സ്വീകരിക്കുന്നതേ ഉണ്ടാവുള്ളൂ. അല്ലാതെ അതുകൊണ്ട് മതനിയമം മാറി വിശ്വസിക്കൂല. ഇവിടെ ഇപ്പോൾ ഇൻഷുറൻസ് നിർബന്ധമാണ്, നമ്മളൊക്കെ ഇൻഷുറൻസ് കൊടുക്കുന്ന വണ്ടിക്ക്. അതെന്താണ്, അതില്ലാതെ വണ്ടി ഓട്ടാൻ പറ്റില്ല, അപ്പം നിർവാഹമില്ല. ബാങ്ക് അക്കൗണ്ട് എടുക്കുന്ന കാരണം എന്താണ്, എല്ലാത്തിനും അക്കൗണ്ട് വേണം. ഗ്യാസ് കിട്ടണമെങ്കിൽ വരെ അക്കൗണ്ട് വേണം, റേഷൻ പിടിയിൽ വേണമെങ്കിൽ അക്കൗണ്ട് വേണം, അപ്പം നിർവാഹമില്ല, അതെടുക്കുന്നു. അപ്പം അവിടെ പരമാവധി നമുക്ക് എങ്ങനെ പലിശയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും, ആ വഴിയാണ് പിന്നെ നോക്കുക. നമ്മളത് ബാധിക്കാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നോക്കുക. ഇവിടെ
അല്ലാതെ ഗവൺമെൻറ് പറഞ്ഞാൽ അതോട് ഇനി അത് തെറ്റുണ്ടാവില്ല, കുറ്റുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നില്ല. അങ്ങനെ വിശ്വാസമുണ്ടെങ്കിൽ ആ ഭരണകൂടത്തെ അവൻ ഹാക്കിമായി സ്വീകരിച്ചു. അത് അവൻ്റെ ഹാക്കിമിയത്തിൽ ശിർക്ക് വരികയും ചെയ്യും, അല്ലാതതില്ല. അപ്പം ഏതായിരുന്നാലും നബിതങ്ങൾ തന്നെ വിശദീകരിച്ചു ഇതാണ് ഈ ആയത്തിന് അർത്ഥമെന്ന്. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അത് ശിർക്കുൻ അക്ബറാണ്. ലിഖൗലിഹി തആല ഫിൽ ആയ, അല്ലാഹ് പറഞ്ഞു വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദ ലാ ഇലാഹ ഇല്ലാഹു സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ എന്ന് അല്ലാഹു തആല ആയത്തിൽ അവസാനം പറഞ്ഞത്. ആയത്ത് അവസാനിക്കുമ്പോഴാണല്ലോ അവർ അഹ്ബാറിനും റുഹ്ബാനിനെയും റബ്ബുകളാക്കി സ്വീകരിച്ചു, ഈസ ഇബ്നു മർയമിനെയും. വമാ ഉമിറു ഇല്ലാ ലിയഅ്ബുദു ഇലാഹൻ വാഹിദ, ഏക ഇലാഹിനെ അല്ലാതെ ആരാധിക്കാൻ അവർ കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഇലാഹില്ല. സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിനൊക്കെ അല്ലാഹു തആല എത്രയോ പരിശുദ്ധനാകും. അപ്പൊ ഏതാ യുശ്രിക്കൂ എന്ന് പറഞ്ഞത്? ഇത്തഖദു അഹ്ബാറഹും എന്നത്, അവരെ അർബാബായി സ്വീകരിച്ചു. അതിനെയാണ് എന്ത് പറഞ്ഞത്? അമ്മാ യുശ്രികൂൻ. അപ്പൊ അത് ശിർക്കാണ് എന്ന് വ്യക്തമായി അല്ലാഹു തആല തന്നെ ഖുർആനിൽ പ്രഖ്യാപിച്ചിരിക്കുന്നു. അതെ, റബ്ബിന്റെ ബഹുവചനമാണ് അർബാബ്. റബ്ബിന്റെ ബഹുവചനമാണ് അർബാബ്, റബ്ബുകൾ എന്നർത്ഥം. അത് മറ്റേ ചേർത്തി പറയാൻ പറ്റും, മുത്തലക്കായി പറയാൻ പറ്റില്ല. ഒരാളെ പറ്റി റബ്ബ് എന്നൊരാളെ പറ്റി പറയാൻ പറ്റില്ല. എന്നാൽ മറ്റൊന്നിലേക്ക് ചേർത്തിക്കൊണ്ട് ആപേക്ഷികമായി പറയാം. റബ്ബുൽ മാൽ എന്ന് പറയാം. റബ്ബുൽ മാൽ സമ്പത്തിൻ്റെ ഉടമസ്ഥൻ, റബ്ബുൽ ബൈത്ത് വീടിൻ്റെ ഉടമസ്ഥൻ എന്നൊക്കെ പറയാം. റബ്ബുൽ വലദ് കുട്ടിൻ്റെ രക്ഷിതാവ് എന്നൊക്കെ പറയാം. അല്ലാതെ പൊതുവായി ഒന്നിലേക്കും ചേർക്കാതെ റബ്ബ് എന്ന് പറയാവുന്നത് പഠിച്ചവനെ പറ്റി മാത്രമാണ്. കാരണം റബ്ബല്ലേ ഉള്ളൂ. മറ്റത് നമ്മളൊക്കെ ആപേക്ഷികമായി നമ്മൾ റബ്ബായേക്കാം. ഇപ്പം വീട്ടിൽ ഒരു സ്കൂളിൽ കുട്ടികൾ ചേർക്കാൻ പോകുമ്പോൾ രക്ഷിതാവിൻ്റെ പേര് അവിടെ അള്ളാഹു നല്ല കൊടുക്കുക, അവിടെ നമ്മളെ പേര് കൊടുക്കുക. അതെന്താണ്? അത് കുട്ടിൻ്റെ രക്ഷിതാവ് എന്നേ അർത്ഥമുള്ളൂ. അത് ആപേക്ഷികമായ ചില രക്ഷാകർത്തൃത്വം മാത്രമാണ് അതിലുള്ളത്. ആ അർത്ഥത്തിൽ പറയാം. അല്ലാത്ത പൊതുവായ അർത്ഥത്തിൽ റബ്ബ് എന്ന പേര് അള്ളാഹു തആലക്ക് മാത്രമേ അർഹതപ്പെട്ടുള്ളൂ. വമിസ്ലു ഹാദിൽ ആയ ഖൗലുഹു തആല, മറ്റൊരായത്ത് വലാ തഅകുലു മിമ്മാ ലം യുദ്കർ ഇസ്മുല്ലാഹി അലൈഹി വഇന്നഹു ലഫിസ്ഖുൻ, അല്ലാഹുവിന്റെ നാമം സ്മരിക്കപ്പെടാത്തതിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കാൻ പാടില്ല, അത് തെമ്മാടിത്തരമാണ്. വഇന്ന ശയാത്തിന യൂഹുന ഇലാ ഔലിയാഇഹിം ലിയുജാദിലുക്കും വഇൻ അത്വഅതുമുഹും ഇന്നകും ലമുശ്രികൂൻ, നിങ്ങളുമായി തർക്കിക്കാൻ പിശാചുക്കൾ അവർക്ക് ബോധനം നൽകുന്നു, നിങ്ങൾ അവരെ അനുസരിച്ചാൽ നിങ്ങൾ മുശ്രിക്കീങ്ങൾ തന്നെയാകുന്നു എന്ന് അല്ലാഹു മറ്റൊരായത്തിൽ പറയുകയും ചെയ്തു. നിങ്ങൾ അവരെ അനുസരിച്ചാൽ നിങ്ങളും മുശ്രിക്കീങ്ങളാകുന്നു. അപ്പോൾ അവിടെയും മുശ്രിക്കൂൻ എന്ന് തന്നെ അല്ലാഹു തആല പ്രയോഗിച്ചു. വമിൻ ഹാദാ, ഇതിൽ പെട്ടതാണ് ഏത്? ശിർക്കായ ത്വാഅത്ത്, ശിർക്കായ വഴിപ്പെടൽ, അനുസരണം. അതിൽപ്പെട്ടതാണ് ത്വാഅത്തുൽ ഹുക്കാമി വറുഅസാഇ, ഭരണാധികാരികളെയും നേതാക്കന്മാരെയും അനുസരിക്കൽ. ഫീ തഹ്കീമിൽ ഖവാനീനിൽ വദഇയ്യ അൽ മുഖാലിഫത്തി ലിൽ അഹ്കാമി ശർഇയ്യ, ശർഇയ്യായ ഹുക്കുമുകൾക്ക് എതിരായ നിയമങ്ങൾ നിയമമാക്കുന്ന കാര്യത്തിൽ നേതാക്കന്മാരെ അനുസരിക്കുന്നുവെങ്കിൽ അതും ഇതിൽപ്പെട്ടതാണ്. ഏതിൽ? ഫീ തഹ്ദീൽ ഹറാമി, ഹറാമിനെ ഹലാലാക്കുന്ന കാര്യത്തിൽ. കൈബാഹത്തിൽ റിബ, പലിശ ഹലാലാക്കാൻ ഒരു ഭരണാധികാരി പ്രഖ്യാപിച്ചു, അതനുസരിക്കുന്നുവെങ്കിൽ അതും ഇതിൽപ്പെട്ടതാണ്. വസ്സിന, വ്യഭിചാരം. വശുർബിൽ ഖംരി, മദ്യപാനം. വമുസാബാത്തിൽ മർഅത്തിൽ റജുലി ഫിൽ മീറാസി, അനന്തരാവകാശം ആണിനും പെണ്ണിനും ഒരേപോലെയാണ് എന്ന് ഗവൺമെൻറ് പാസ്സാക്കിയായിരിക്കാം. ചിലപ്പോൾ നിർവാഹമില്ലാതെ നമുക്ക് ബാഹ്യമായി നടപ്പാക്കേണ്ടി വന്നേക്കാം. അല്ലെങ്കിൽ കേസ് വരും, പിടിച്ചുകൊണ്ടുപോകും എന്നാണെങ്കിൽ നടപ്പാക്കേണ്ടി വന്നേക്കാം. അപ്പോഴും എന്തേ ഉള്ളൂ? അതിനെ മനസ്സുകൊണ്ട് അംഗീകരിച്ചിട്ടില്ല, മനമില്ല മനസ്സോടെയാണ് അത് അംഗീകരിക്കുക. ഇപ്പം ഏകസ്വരിക്കോട് ചർച്ച വരുന്നു, നമ്മളൊക്കെ എതിർക്കണം. എന്തുകൊണ്ടാണ്? ഇവിടെ ഗവൺമെൻറ് പാസ്സാക്കിയാൽ അത് അനുവദിക്കപ്പെടുമെങ്കിൽ എതിർക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. അത് ഗവൺമെൻറ് പാസ്സാക്കിയേക്കാം. പാസ്സാക്കിയാൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ച്, ക്രൈസ്തവരെ സംബന്ധിച്ചൊക്കെ അത് പ്രയാസമുണ്ട്. അതുകൊണ്ട് പരമാവധി പൊഴുതി നിൽക്കുന്നു അതില്ലാതാക്കാൻ. അതിനെ മറികടന്ന് പാസ്സായി വന്നാലോ നിർവാഹമില്ല. ഒരുപക്ഷെ നമ്മളത് അനുസരിച്ച് ജീവിക്കേണ്ടി വന്നേക്കാൻ പാടെ. അപ്പോഴും അത് നിയമമായി നമ്മൾ അംഗീകരിക്കുന്നില്ല. ഇന്ത്യൻ നിയമം അതാണ് എന്ന് പറയാം. ഇന്ത്യൻ നിയമം അതാണ്, പക്ഷെ അതുകൊണ്ട് നമുക്കത് നിയമമായി മാറുന്നില്ല. ഇവിടെ പക്ഷെ നമ്മൾ പാലിക്കും. ഈ നാട്ടിൽ ജീവിക്കുമ്പോൾ വളരെ നിർവാഹമില്ല, നമ്മളവിടെ ദുർബലന്മാരാണ്, അടിച്ചമർത്തപ്പെട്ടവരാണ്, വേണ്ടി വന്നേക്കാം. വൈബാഹത്തി സുഫൂർ വൽ ഇഖ്തിലാത്ത് ഉണ്ടാവും, നിയമങ്ങൾ വരും, ഒക്കെ അങ്ങനെ തന്നെയാണ്. കാരണം ഭരണാധികാരികൾ മനുഷ്യന്മാരാണല്ലോ.
അവർക്ക് പല താല്പര്യങ്ങളും പല രീതികളുണ്ടാകും. മാത്രമല്ല ഇസ്ലാമിക ലോകത്ത് മുസ്ലിമീങ്ങൾ ഏറ്റവും അധികം പീഡിപ്പിക്കപ്പെട്ടതൊക്കെ പലപ്പോഴും മുസ്ലിമീങ്ങൾ ഭരിച്ചപ്പോഴാണല്ലോ. ഇമാം ഷാഫി, ഇമാം അഹമ്മദും ഇമാം ബുഖാരിയൊക്കെ പ്രയാസപ്പെടുത്തിയ ഏത് കാലത്താണ്? അന്ന് ഇവിടെ ഭരിച്ചത് RSS ഒന്നല്ല, അന്ന് ഭരിച്ച മുസ്ലിമീങ്ങളാണ്. അവരാണ് ഇവർ അറസ്റ്റ് ചെയ്തത്. ഇബ്നു തൈമിയ്യ അറസ്റ്റ് ചെയ്തവരാണ് മുസ്ലിം ഭരണാധികാരികളാണ്, അല്ലത്തവരല്ല. ഇസ്ലാമിക രാജ്യത്താണ് ഇബ്നു തൈമിയ്യക്കെതിരെ കേസ് വന്നിട്ട് ജീവിതത്തിൽ 5 പ്രാവശ്യം അറസ്റ്റ് ചെയ്യപ്പെട്ടത്, ജയിലിൽ നിന്നാണ് മരിച്ചത്. അത് മുസ്ലിം ഭരണാധികാരികളാണ്. ഇമാം അഹമ്മദിനെ ശക്തമായി പീഡിപ്പിച്ചതാരാ? മുസ്ലിം ഭരണാധികാരികളാണ്. ഇമാം മാലിക്കിനെ പരസ്യമായി അവഹേളിച്ചതാരാ? മുസ്ലിം ഭരണാധികാരികളാണ്. ഇമാം മാലിക്കിനെ വളരെ മോശമായ രീതിയിലാണ് അദ്ദേഹത്തെ ജനമതത്തിൽ വെച്ച് വഷളാക്കിക്കൊണ്ട് സൂക്ഷിക്കണമൊക്കെ. അദ്ദേഹം ഉറക്കെ വിളിച്ചു പറഞ്ഞു, യാ അഹ്ല ബഗ്ദാദ് മല്ലം യഅരിഫുനി ഫൽയഅരിഫുനി. എന്നെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞോളി, ഞാൻ അനസിൻ്റെ മകൻ മാലിക്കാണ് കേട്ടോ. ഏതെങ്കിലും ഒരു കുറ്റവാളിനെ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ടെന്ന് ആളുകൾ വിചാരിക്കൂല. ഇങ്ങനെ ഇത്രയും മോശമായി ചെയ്യുമ്പോൾ ഏതൊരു കൊടും കുറ്റവാളിയാണ്, അങ്ങനെ വിചാരിക്കേണ്ട. ഞാൻ മാലിക് ബിൻ അനസ് ആകുന്നു. എന്നെ ഈ രൂപത്തിൽ ചെയ്യുന്നത് ഭരണാധികാരിക്ക് വേണ്ടി ഫത്വ കൊടുക്കാൻ തയ്യാറാകാത്തത് കൊണ്ടാകുന്നു. ഉണ്ടായിട്ടുണ്ട്. ഭരണാധികാരിക്ക് ഫത്വ കിട്ടണം, അത് ഇമാം മാലിക് കൊടുക്കൂല. മുത്തലായ വിവാഹം, അതിനാണ് അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടത്. താൽക്കാലിക വിവാഹം, രാജാവ് ഒരു പെണ്ണിനെ കണ്ടിച്ചിട്ടുണ്ട്, ഓളെ തൽക്കാലത്തിൽ ഒരു 4 ദിവസത്തിൽ കെട്ടണം, അതിന് ഫത്വ കിട്ടണം. ഇമാം മാലിക് പറഞ്ഞു അത് ഹറാമാണ്, പറ്റൂലാണ്. നിങ്ങൾ എന്നേക്കുമായി ഭാര്യയായി സ്വീകരിക്കുമെങ്കിൽ കിട്ടിക്കൊടി, അല്ലാതെ മുത്തലായ വിവാഹം പറ്റൂല. അപ്പം രാജാവ് പറഞ്ഞു ഇബ്നു അബ്ബാസിൻ്റെ അഭിപ്രായം ഉണ്ടല്ലോ ഹലാലാണ്. ഇമാം മാലിക് പറഞ്ഞു ഇബ്നു അബ്ബാസിനേക്കാളും വലുത് അല്ലാഹുവിൻ്റെ റസൂലാണ്, റസൂല് പറഞ്ഞ ഹറാമാണെന്നാണ്. പിന്നെ വർത്തമാനം ചെല്ലോ. അതിൻ്റെ പേരിൽ അദ്ദേഹം പീഡനം ഏറ്റുവാങ്ങി. അദ്ദേഹം പറഞ്ഞു അറിയാത്തവർ അറിഞ്ഞുകൊള്ളുക, ഞാൻ അനസിൻ്റെ മകൻ മാലിക്കാകുന്നു. എന്നെ ഇങ്ങനെ ചെയ്യുന്നത് ഇത് ഹലാലാണ് എന്ന് ഫത്വ കൊടുക്കാൻ വേണ്ടിയാണ്. വല അഖൂലു ബിഹി, പക്ഷെ ഞാനിത് പറയില്ല. ആ ഫത്വ കൊടുക്കാൻ ഞാനില്ല, എന്നെ കൊന്നാലും വേണ്ടില്ല, ഞാൻ ഫത്വ കൊടുക്കൂല എന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു. അന്നൊക്കെ ഭരണാധികാരികൾ മുസ്ലിമീങ്ങളാണ്. അപ്പം മുസ്ലിമീങ്ങൾ ഭരിച്ചു എന്നുകൊണ്ട് മാത്രം ഇസ്ലാമിക ഭരണമാകണം എന്നില്ല. സ്വാഭാവികമായും ആളുകൾ മാറി 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 വരുമ്പോൾ അവിടെ നിയമങ്ങൾ പലതും കൊണ്ടുവരും. ന്യായമുള്ളവരുണ്ടാകാം, അല്ലാത്തവരുണ്ടാകാം, സതുദ്ദേശം വെച്ച് ചെയ്തവരുണ്ടാകാം, ദുരുദ്ദേശം വെച്ച് ചെയ്തവരും ഉണ്ടായേക്കാം. ഇമാം അഹമ്മദ് 5 രാജാക്കന്മാരുടെ കാലത്താണ് ജീവിച്ചത്. അതിൽ 3 ആളും ശക്തമായി പീഡിപ്പിച്ചവരാണ്. 4ാമത്തെ ആൾ വന്നപ്പോഴാണ് പിന്നെ അതിന് പ്രസതാപുണ്ടായി. അദ്ദേഹത്തോട് മാപ്പ് പറഞ്ഞ് അദ്ദേഹത്തിന് ഗവൺമെൻറ്റിൽ നിന്ന് പിന്നെ പെൻഷൻ വരെ പാസ്സാക്കി. അദ്ദേഹം വേണ്ട, എനിക്ക് പെൻഷൻ വേണ്ടാണ്, എനിക്ക് പെൻഷൻ വേണ്ടാണ്. അദ്ദേഹം സ്വീകരിക്കാൻ തയ്യാറായി. ഒരുപാട് സഹായം ഓഫർ ചെയ്തു, വേണ്ട എനിക്കൊന്നും വേണ്ടാണ്. കാരണം അത് സ്വീകരിച്ചാൽ പിന്നെ ഒരു പക്ഷേ നാളെ പിറ്റേന്ന് ഇവിടെ അഭിപ്രായം മാറ്റും, അപ്പം അനുസരിച്ച് നിൽക്കേണ്ടി വരും. പിന്നെ മക്കൾ കൊടുത്തു ഓഫർ, മക്കൾ അത് വാങ്ങി. എന്നിട്ട് ഇമാം അഹമ്മദ് മക്കളോട് തന്നെ ദേഷ്യപ്പെട്ടത് കാണാൻ പറ്റും, എന്തിനാ വാങ്ങി വെച്ചിട്ട്. അപ്പം ആ നിലക്കൊക്കെ പീഡിപ്പിക്കപ്പെട്ടത് ഇസ്ലാമിക ഭരണമുള്ളിടത്ത് തന്നെയാകുന്നു. ഇബ്നു അബ്ബാസിന്റെ അഭിപ്രായം മുത്തലാഖ് വിവാഹം അനുവദനീയമാണ് എന്നാണ് ഒരു കാലഘട്ടത്തിൽ. കാരണം ഇത് ഹറാമായിക്കൊണ്ട് വിധി വന്നത് അവസാനത്തെ നബിയുടെ അവസാന കാലത്താണ്. മുത്തലാഖ് വിവാഹം ആദ്യകാലത്ത് അനുവദനീയമായിരുന്നു. പിന്നത് ഒരു കാലത്ത് അല്ലാഹുവിന്റെ റസൂൽ അത് പാടില്ല എന്ന് പറഞ്ഞു. പിന്നെ ഒരു പ്രത്യേക സമയത്ത് നബി വീണ്ടും അത് ഹലാലാക്കി കൊടുത്തുകൊണ്ട് വഹി വന്നു, അന്ന് ഹലാലായി. പിന്നെ നബി ഞങ്ങൾ മരിക്കുന്ന ഏകദേശം അവസാന കാലത്തായിക്കൊണ്ട് നബി പ്രഖ്യാപിച്ചത് ഹറാമാണ്, എന്നേക്കുമായി ഇത് ഹറാമാക്കിയിരിക്കുന്നു എന്ന് നബി ഞങ്ങൾ പറഞ്ഞു. ആ പറഞ്ഞ കാര്യം ഇബ്നു അബ്ബാസ് അറിഞ്ഞിട്ടില്ല. ഈ ഏറ്റവും അവസാനം വഹയായതുകൊണ്ട് ഇബ്നു അബ്ബാസ് അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇബ്നു അബ്ബാസ് ആ പഴയ ഹദീസ് പ്രകാരം ഫത്വ നൽകുമായിരുന്നു. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഭരണകാലത്ത് ഇബ്നു അബ്ബാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഉമർ ഖത്താബിന്റെ ഭരണകാലത്ത് പറഞ്ഞിട്ടുണ്ട്. അത് ഉമർ ഖത്താബ് പറഞ്ഞു ഇബ്നു അബ്ബാസ് ഇങ്ങനെ ഫത്വ കൊടുക്കുന്നുണ്ട്. അപ്പം വിളിപ്പിച്ചു, ഈ ഹദീസ് പഠിപ്പിച്ചു കൊടുത്തത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഖലാസ് അവിടെ പ്രശ്നം തീർന്നു. അത് ഇബ്നു അബ്ബാസിന് അറിയില്ലായിരുന്നു. ഇബ്നു അബ്ബാസ് അതോടെ അഭിപ്രായം മാറ്റിപ്പറയുകയും ചെയ്തു. അപ്പം ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്നിട്ട് ആ ഫത്വ കിട്ടും. ഇബ്നു അബ്ബാസ് പറഞ്ഞതിന് ശേഷമാണ് ഉമർ ഖത്താബ് ഇത് ബോധ്യപ്പെടുത്തുകയും അതിന് നബി അത് വിലക്കി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ആലോചിക്കാനില്ല. ഇബ്നു അബ്ബാസും അഭിപ്രായം മാറ്റിയ ഹദീസിലേക്ക് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇബ്നു അബ്ബാസിന്റെ പേരിൽ പിന്നീട് രേഖപ്പെട്ടു പോകുന്നത്. അദ്ദേഹം മുത്തലാഖ് വിവാഹം ഹലാലാണ് എന്ന് അഭിപ്രായം പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞത് അങ്ങനെയാണ്. ഷിയാക്ക് അത് പുണ്യമാണ്. ഷിയാക്ക് മുത്തലാഖ് വിവാഹം പുണ്യമാണ്. ഒരിക്കലും മുത്തലാഖ് ചെയ്താൽ തന്നെ ഓരോരുത്തരെ കൊല്ലം വിവാദത്തെ കൂലിട്ടും. അതിപ്പോൾ 2 മുത്തലാഖ് ചെയ്താൽ അമ്പിയാക്കന്മാരെ മർത്തബത്ത് നിന്നൊക്കെയാണ് ഒരു കള്ള ഹദീസ് ഉണ്ടാക്കി നബി ഉണ്ടാക്കി പ്രചരിപ്പിച്ചത്. വലിയ പുണ്യകർമ്മമാണ്. മുത്തലാഖ് ചെയ്യാത്തവന് അവന് അമ്മയിൽപ്പെട്ടവനല്ല എന്ന് വരെ നബി പറഞ്ഞതൊക്കെ ഒരു ഹദീസ് ഉണ്ട്. അപ്പം അത് അവർ പുണ്യമായി കാണുന്നുണ്ട്. പിന്നെ വൈബാഹത്തി സുഫൂരി ഒരു ഇഖ്തിലാത്തി, ആണും പെണ്ണും മിങ്കിളാവുക, അതേപോലെ ശരീരം പ്രദർശിപ്പിക്കുക, ഇതൊക്കെ അനുവദനീയമാണെന്ന് ഭരണാധികാരികൾ പ്രഖ്യാപിച്ചാൽ
അതനുസരിക്കൽ ഇതിൽപ്പെട്ട് തന്നെയാണ്. ഔ തഹരീമിൽ ഹലാലി, ഹലാലായ കാര്യം ഹറാമാക്കലും അങ്ങനത്തെയാണ്. സൗജാത്ത്, ബഹുഭാര്യത്വം പാടില്ല എന്ന് ഭരണാധികാരി പ്രഖ്യാപിച്ചാൽ ഇതിന് പാടില്ല എന്ന് അംഗീകരിക്കൽ. സമാനമായതും മിൻ തഗ്യീരി അഹ്കാമില്ലാ വസ്തിബ്ദാലിഹാ ബിൽ ഖവാനിൻ ശൈത്വാനിയ്യ, അല്ലാഹുവിന്റെ ഹുക്മുകൾ മാറ്റി പൈശാചികമായ വിധികൾ പകരം കൊണ്ടുവരിക, ഇതൊക്കെ അംഗീകരിക്കൽ ഇതുപോലെ തന്നെയാണ്. ഫമൻ വാഫഖഹും അലാ ദാലിക, അത് ഒരാൾ അംഗീകരിച്ചു കൊടുത്താൽ, വറളിയ ബിഹി, അത് തൃപ്തിപ്പെട്ടാൽ, വസ്തഹ്സനഹു, അത് നല്ലതാണ് എന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തു. കണ്ടോ, കേവലം അതിന് പിന്നെ വിധേയപ്പെടൽ മാത്രമല്ല, ചൂടുണ്ട്, അത് കേവലം വിധേയപ്പെടൽ മാത്രമല്ല, അത് അംഗീകരിക്കുന്നു, വറളിയ ബിഹി, തൃപ്തിപ്പെടുന്നു, വസ്തഹ്സനഹു, അതാണ് നല്ലത് എന്ന് പറയുന്നു. ഇതാണ് നല്ലത്, മറ്റതൊരു എടുക്കാറായിരുന്നു, ഇതാണ് ഏറ്റവും നല്ല നിയമം, ഇസ്ലാമിന്റെ നിയമത്തിനേക്കാൾ നല്ലത് ഈ നിയമമാണ് എന്ന് പറയുന്നു. എങ്കിൽ ഫഹുവ മുശ്രിക്കുൻ കാഫിറുൻ വൽഇയാദു ബില്ലാഹ്, അവൻ മുശ്രിക്കാണ്, കാഫിറാണ്, പടച്ചറബ് കാത്ത് രക്ഷിക്കട്ടെ എന്നാണ്. അപ്പം അത് പറ്റൂല. ഇസ്ലാമിക നിയമമാണ് ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ട നിയമം, അതിനേക്കാൾ മെച്ചപ്പെട്ട ഒന്നില്ല, അവിടെ തുല്യമാകുന്ന ഒന്നുമില്ല. മറ്റേത് നിയമമാവട്ടെ, ഏത് നിയമമാണെങ്കിലും ഇസ്ലാമിക നിയമത്തോട് കിടപിടിക്കുന്ന ഒരു നിയമം ലോകത്തില്ല. അത് ആരെന്ത് നിയമം കൊടുത്താലും, ആരെന്ത് ന്യായങ്ങൾ പറഞ്ഞാലും അള്ളാഹു റസൂലും പഠിപ്പിച്ച നിയമമാണ്, ലോകത്ത് തുല്യതയില്ലാത്ത നിയമം. അള്ളാഹു അലം. അപ്പോൾ ഇത്തരം നിയമങ്ങളൊക്കെ ഒരാൾ അംഗീകരിക്കുന്നു, തൃപ്തിപ്പെടുന്നു, അതാണ് നല്ലത് എന്ന് വാദിക്കുന്നു, എങ്കിൽ അവൻ മുശ്രിക്കാണ്, കാഫിറാണ്. അപ്പോൾ ഒരു നിയമത്തിന് വിധേയമായി എന്നുകൊണ്ട് മാത്രം അയാൾ ഈമാൻ തെറ്റണില്ല. ഒരു നാട്ടിൽ ചെന്നു, ആ നാട്ടിൽ നിയമമുണ്ട്, അയാൾ പക്ഷെ അത് പാലിക്കേണ്ടി വന്നേക്കാം, അതുകൊണ്ട് അയാൾ ഈമാൻ തെറ്റുന്നില്ല. എന്നാൽ ആ നിയമമാണ് നല്ലത്, ഇസ്ലാമിക നിയമത്തിലേക്ക് എത്രയോ മെച്ചാണ് നിയമം എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇസ്ലാമിക നിയമം തന്നെ ഏറ്റവും മെച്ചപ്പെട്ട നിയമം, അതിനേക്കാളും മറികടക്കുന്ന നിയമം ലോകത്തെവിടെയും ഇല്ല. പക്ഷേ ഇന്ത്യയിൽ വരുമ്പോൾ ഇന്ത്യൻ നിയമം ഉണ്ടാവും, അമേരിക്ക പോകുമ്പോൾ അമേരിക്കൻ നിയമം ഉണ്ടാവും, ചൈനയിൽ പോയാൽ ചൈനീയ നിയമം ഉണ്ടാവും. അതാ നാട്ടിൽ ചെല്ലുമ്പോൾ ഒരു പക്ഷെ നമ്മൾ പാലിക്കാൻ വരികയും ചെയ്യാം. പക്ഷെ അതുകൊണ്ട് ആ നിയമമൊക്കെ അതാണ് നിയമം, ഇസ്ലാമിലൊക്കെ ഇപ്പം എന്താ, അതിനേക്കാൾ എത്രയോ മെച്ചാണ് ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഈ അഖീദയെ ബാധിക്കുന്ന കാര്യം, അത് പറ്റൂല. വമിൻദാലിക, ഇതിൽപ്പെട്ട് തന്നെയാണ് തഖ്ലീദുൽ ഫുഖഹാഇ, കർമ്മശാസ്ത്ര പണ്ഡിതന്മാരെ അന്ധമായി അനുകരിക്കൽ ഇതിന്റെ ഭാഗം തന്നെയാണ്. ബിത്തിബാഇ അഖ്വാലിഹിം, അവരുടെ ഖൗലുകളെ പിൻപറ്റുക. എങ്ങനെ? അൽ മുഖാലിഫത്തി ലിൽ അദില്ല, തെളിവിന് വിരുദ്ധമായി പറഞ്ഞാലും നമുക്ക് ആയത്ത് ദിവസം നോക്കണ്ട, ആ ഇമാമ് പറഞ്ഞോ അത് മതി, അത് വ്യക്തമായ ആയത്തിനെതിരാണ്, ഹദീസ് എഴുതാനൊക്കെ അറിയാം, എന്നാലും ശരി എനിക്കത് മതി എന്ന് പറഞ്ഞാൽ അനുകരിക്കുക. അതാണ് തഖ്ലീദ്, അന്ധമായ അനുകരണം, അത് പാടില്ല. ഇതാക്കാൻ അവന്റെ ഹവക്കനുസരിച്ചാണെങ്കിൽ എടുക്കുക. അതുകൊണ്ടാണ് ഓനെ ഫത്വ കിട്ടണം. അപ്പൊ അത് ഏതൊരു കിതാബിൽ കണ്ടു, എന്നാ അതന്നെ വേണ്ടത് എന്ന് പറഞ്ഞ് സ്വീകരിക്കുകയാണെങ്കിൽ അതും ഇതിൽപ്പെട്ടതാണ്. കമാ യഫ്അലു ബഅദു അൻസാഫിൽ മുതഅല്ലിമീൻ, ചില അര മുതഅല്ലിമീങ്ങൾ ചെയ്യുന്നത് പോലെയാണ്. നിസ്ഫ് അത് അൻസാഫ്, തേഞ്ഞ ഉലമാക്കൾ ചെയ്യൂല. നമ്മുടെ ഈ എന്താ പറയാ, പിന്നെ മുറിമല്ലന്മാര് എന്ന് പറഞ്ഞ രൂപത്തിൽ ഒന്നും പഠിച്ചിട്ടുമില്ല, എന്നാ പഠിച്ചിട്ടില്ലാട്ടോ അറിയില്ല. അതാണ് ഈ പറഞ്ഞ ആളുകൾ, അവർ ചെയ്യുന്നത് പോലെ മിൻ തലമ്മുസിർ റുഖസി, എല്ലാ ഇളവുകളും തിരഞ്ഞെടുക്കുക. എവിടേക്ക് അവരെ ഇളവിട്ടുക, എന്നിട്ട് അതൊക്കെ എടുക്കുക. അതാ ആ ഉസ്താദ് പറഞ്ഞു, ഈ മൗലവി പറഞ്ഞു എന്ന് പറഞ്ഞെടുക്കുക. അതിങ്ങനെ തിരഞ്ഞെടുക്കുക. അതേ ഉസ്താദ് അപ്പുറത്ത് വേറെ ഫത്വ കൊടുത്തിട്ടുണ്ടാവും, അതുകൊണ്ട് വേണ്ട. ഇവരെന്താണോ ആവശ്യം, അത് എവിടുന്നാണോ കിട്ടുക അവിടെ പോയി വാങ്ങി അതും കൊണ്ട് അടക്കുക. അങ്ങനെ റുഖ്സകളുടെ പിന്നാലെ പോകുന്ന ആളുകൾ ചെയ്യുന്നത് പോലെ. വൽ വാജിബു, യഥാർത്ഥത്തിൽ വാജിബ് എന്താണ്? അൻ യൂഖദ മിൻ ഖൗലിൽ മുജ്തഹിദി മാ വാഫഖ ദലീൽ, ഒരു ഗവേഷകന്റെ ഖൗലിൽ നിന്ന് ദലീലിനോട് യോജിക്കുന്നതോ അത് സ്വീകരിക്കാനാണ് വാജിബ്. വയത്രഹ മാ യുഖാലഫഹു, അതിനെതിരായതൊക്കെ ഒഴിവാക്കുകയാണ് വേണ്ടത്. എത്ര വലിയ ആൾ പറഞ്ഞാലും പ്രമാണങ്ങൾക്കെതിരാണോ അത് ഒഴിവാക്കുക, പ്രമാണങ്ങൾ യോജിക്കുമോ സ്വീകരിക്കാം. ഖാദില അയിമ്മത്ത് റഹിമഹുല്ലാ, ഇമാമിയങ്ങൾ പറഞ്ഞിരിക്കുന്നു, കുല്ലുൻ യൂഖദു മിൻ ഖൗലിഹി വയത്രക് ഇല്ലാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളല്ലാത്ത വേറെ ആരുടെ ഖൗലിലും എടുക്കേണ്ടതുമുണ്ടാകും ഒഴിവാക്കേണ്ടതുമുണ്ടാകും. പറഞ്ഞ എല്ലാം സ്വീകരിക്കേണ്ട ഒരേ ഒരു മനുഷ്യനേ ഉള്ളൂ, അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബാക്കി എത്ര വലിയ ആളാണെങ്കിലും അയാൾ പറഞ്ഞതിൽ ചിലത് നമുക്ക് മാറ്റിവെക്കേണ്ടതും ചിലത് സ്വീകരിക്കേണ്ടതുമുണ്ടാകും എന്ന് ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നു. ഖാദിൽ ഇമാം അബൂ ഹനീഫ റഹിമഹുല്ലാ, ഇമാം അബൂ ഹനീഫ പറയുന്നു, ഇദാ ജാ അൽ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ ഹദീസ് കിട്ടിക്കഴിഞ്ഞാൽ
അത് നമ്മൾ പൂർണ്ണമായും സ്വീകരിക്കുക. അതൊരു പ്രയോഗമാണ്. അത് റഅ്സുൽ ഐൻ, നമ്മൾ തലയിലേറ്റുന്നു. അത് പിന്നെ ആലോചിക്കാനില്ല. നബിതങ്ങൾ പറഞ്ഞു എന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നീ ചോദ്യമില്ല, അംഗീകരിക്കും. സ്വഹാബത്തിൽ നിന്ന് വല്ലതും വന്നാലോ അതും നമ്മൾ അതേപോലെ അംഗീകരിക്കും. താബഈങ്ങൾ പറഞ്ഞു എന്ന് വന്നാലോ ഫഹും റിജാൽ വനഹ്നു റിജാൽ, അവരും ആളുകളാണ് നമ്മളും ആളുകളാണ്. അപ്പോൾ ഇത് സ്വീകരിക്കും, അല്ലാത്തത് ഒഴിവാക്കും എന്ന് ഇമാം അബൂ ഹനീഫ പറയുന്നു. യുരീദു റഹിമഹുല്ലാഹ് അംസാലഹു വ അംസാൽ അഇമ്മത്തുൽ കിബാർ, അവരും ആളുകളാണ് നമ്മളും ആളുകളാണ് പറഞ്ഞല്ലോ. അത് നമുക്കുള്ളതല്ല. അത് കേട്ട് നമ്മളും പറയാൻ പറ്റൂല. താബഈങ്ങളൊക്കെ ഹും റിജാൽ വഹു റിജാൽ എന്ന് പറയാൻ പറ്റൂല. അത് അബൂ ഹനീഫക്ക് പറയാം. അബൂ ഹനീഫ ഒന്നുകിൽ താബിഴിയാണ് അല്ലെങ്കിൽ താബിഴിയാണ്. അബൂ ഹനീഫ ചില സ്വഹാബികളെ കണ്ടു വന്ന് അഭിപ്രായങ്ങളുണ്ട്. അത് 100% സ്ഥിരപ്പെട്ട ചരിത്രമല്ല. അപ്പോൾ അത് ഉള്ളതാണെങ്കിൽ അദ്ദേഹം താബിഴിയായി, അല്ലെങ്കിലോ താബിയായി. അതാ അദ്ദേഹമാണ് പറഞ്ഞത്. താബിഈങ്ങൾ പറഞ്ഞു എന്ന് വന്നാൽ പിന്നെ അവരും ആളുകൾ നമ്മളും ആളുകൾ. അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? അംസാലഹു, അബൂ ഹനീഫയെപ്പോലുള്ള ആളുകളെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. വ അംസാൽ അഇമ്മത്തുൽ കിബാർ, അതേപോലെ വലിയ വലിയ ഇമാമമാരെയാണ് ഉദ്ദേശിച്ചത്. അല്ല എല്ലാ സാധാരണക്കാർക്കും പറയാൻ പറ്റുന്ന ഒരു ബേസ് അല്ല അത്. വഖദ് ഇസ്തഗല്ല ഹാദിഹിൽ കലിമ, ഈ വാക്കിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ബഅദു അൻസാഫിൽ മുതഅല്ലിമീൻ, ചില മുതഅല്ലിമീങ്ങൾ ഇതിനെയും ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അല്ലദീന ജഅലു അൻഫുസഹും ഫീ മസാഫിൽ അഇമ്മത്തുൽ മുജ്തഹിദീന, അവർ സ്വയം വലിയ വലിയ ഇമാമിങ്ങളെ നിലവാരത്തിലാണ് അവനാണ് തന്നെ ഒരു കണക്കാക്കുന്നത്. യഥാർത്ഥത്തിലോ വഹും ലാ യസാദുന ജുഹാല, അവർ ജാഹിലീങ്ങളായിരിക്കും. എന്നാലും ഓരോ കണക്കിന് ഇമാം ഷാഫി, ഇമാം അബൂ ഹനീഫയൊക്കെ പോലത്തെ നമ്മളും എന്ന് വിചാരിക്കുന്ന ചില ഒന്നുമില്ലാത്ത ചില മുതഅല്ലിമീങ്ങൾ അവരും ഈ വഴി ഈ വാക്കിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. വലാ ശക്ക അന്നൽ ഇമാം അബൂ ഹനീഫത ലാ യഖ്സുദു മുസാവാത്തുൽ ഉലമാഇ ബിൽ ജുഹാൽ, ആലിമീങ്ങളും ജാഹിലീങ്ങളും ഒരുപോലെയാണെന്ന് അബൂ ഹനീഫ ഏതായാലും ഉദ്ദേശിക്കുകയില്ല. പിന്നെ എന്താ അദ്ദേഹം പറഞ്ഞത്? അത് അബൂ ഹനീഫയെപ്പോലത്തെ ആളുകളെ പറ്റിയാണ് പറഞ്ഞത്. അവർക്ക് അഭിപ്രായം പറഞ്ഞു, നമ്മളും അതേ അഭിപ്രായം പറയുന്നു. ആര് പറഞ്ഞാലും യോജിച്ചാൽ സ്വീകരിക്കാം എന്ന അർത്ഥത്തിലാണ് അബൂ ഹനീഫ പറഞ്ഞത് ഹും റിജാൽ വഹു റിജാൽ എന്ന് പറഞ്ഞത്. അല്ലാതെ ഏത് നാടന്മാർക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പ്രയോഗമല്ല അത്. അത് നമ്മുടെ നാട്ടിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ചില മനുഷ്യന്മാർ പറഞ്ഞു, ഖുർആൻ ആയത്ത് ഇല്ലാത്ത അർത്ഥം വെച്ചപ്പോൾ ഈ അർത്ഥം എവിടുന്ന് കിട്ടി, തഫ്സീറൊന്നും ഇല്ലല്ലോ പറഞ്ഞ് ഹും റിജാൽ വഹു റിജാൽ. തഫ്സീർ ചെയ്ത ഓലൊക്കെ ആളുകളാണ്, നമ്മളും ആളുകളാണ്. ഓരോ വലുത് പറഞ്ഞു, നമ്മൾ വലുത് പറഞ്ഞു പറഞ്ഞു അത് പറ്റൂല. അങ്ങനെ പറയാൻ മാത്രം നമ്മളാകുമ്പോൾ പറയാം, ഇപ്പം ആയിട്ടില്ല. വഖാല മാലിക് റഹിമഹുല്ലാഹ്, ഇമാം മാലിക് പറഞ്ഞു കുല്ലുനാ റാദ്ദുൻ വമർദൂദുൻ അലൈഹി, നമ്മളൊക്കെ തള്ളുന്നവരും തള്ളപ്പെടുന്നവരുമാണ്. നമ്മൾ പറഞ്ഞ എല്ലാം കൊണ്ടോളുന്നില്ല. നമ്മൾ പറഞ്ഞ പലതും തള്ളേണ്ടി വരും. നമ്മളും പലതും തള്ളും. ഏതല്ലാതെ ഇല്ലാ സ്വാഹിബ ഹാദൽ ഖബർ, ഈ ഖബറിൽ കിടക്കുന്ന ആളെ ഒഴിച്ച് ബാക്കി ഇല്ല. യാനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയുടെ ഖബർ ചൂണ്ടിക്കാണിച്ച് പറയാണ്. ഇമാം മാലിക് മദീന പള്ളിയിലാണ് ദർസെടുക്കല്. ഇമാം മാലിക് മദീന പള്ളിയിൽ നബിയുടെ ഖബറിന്റെ വലതുഭാഗത്ത് റൗദയിൽ നബിയുടെ മിമ്പറിന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് ഇമാം മാലിക് പഠിപ്പിക്കാനുള്ളത്. അപ്പോൾ അദ്ദേഹം അവിടുന്ന് പറയാണ്, ഈ ഖബറിൽ കിടക്കുന്ന ആളല്ലാത്ത ബാക്കി ആരോടും തള്ളേണ്ടതുമുണ്ടാകും തള്ളപ്പെടുന്നതുമുണ്ടാകും. ഇമാം മാലിക് റഹ്മത്തുള്ളാഹി പറയുന്നു. വഖാല ഇമാം ഷാഫി റഹിമഹുല്ലാഹ്, ഇമാം ഷാഫി പറഞ്ഞു ഇദാ സ്വഹൽ ഹദീസു ഫഹുവ മദ്ഹബി, ഹദീസ് സ്വഹിയായാൽ അതാകുന്നു എൻ്റെ മദ്ഹബ്. വഖാൽ, അദ്ദേഹം മറ്റൊരിക്കൽ പറഞ്ഞു ഇദാ ഖാലഫ ഖൗലി ഖൗല റസൂലില്ലാഹ്, എൻ്റെ വാക്ക് നബിയുടെ വാക്കിന് എതിരായി കണ്ടാൽ ഫദ്രിബൂ ബിഖൗലി അർളൽ ഹായിതി, എൻ്റെ വാക്ക് നിങ്ങൾ മതിലിനപ്പുറത്തേക്ക് വലിച്ചെറിയുക. ഞാനൊരു വാക്ക് പറഞ്ഞു, എതിരായി നബിയുടെ ഹദീസും കിട്ടി, എന്നാൽ ഒന്നും ആലോചിക്കാതെ എൻ്റെ വാക്കുകളാണ്ട് മതിലിനപ്പുറത്തേക്ക് ഇട്ടോളി, എന്നിട്ട് ആ ഹദീസ് പ്രകാരം അമൽ ചെയ്യണം എന്ന് പഠിപ്പിച്ചാണ് ഇമാം ഷാഫിഈ റഹിമഹുല്ലാഹ്. വഖാല ഇമാം അഹ്മദ് റഹിമഹുല്ലാഹ്, ഇമാം അഹ്മദ് പറഞ്ഞു അജിബ്തു ലിഖൗമിൻ, ചില ആളുകളെ കാര്യം വല്ലാത്ത അത്ഭുതമാണ്. അറഫുൽ ഇസ്നാദ വസിഹ്ഹതഹു, ഹദീസ് സനദ് അവർക്കറിയാം, ആ ഹദീസ് സ്വഹീഹാണ് എന്നറിയാം, എന്നിട്ടും യദ്ഹബൂന ഇലാ റഈ സുഫിയാൻ സൗരിയുടെ അഭിപ്രായമാണ് പിന്നെ അവർ സ്വീകരിക്കാൻ പോണത്. നബി പറഞ്ഞത് ഉറപ്പാണ്, ഹദീസുണ്ട്, സനദുണ്ട്, സ്വഹീഹാണ് എന്നൊക്കെ അറിഞ്ഞിട്ടും
സുഫിയാൻ എന്തു പറഞ്ഞു എന്ന് ചോദിച്ചാൽ അതിലേക്ക് പോകുന്ന മനുഷ്യന്മാർ വല്ലാത്ത അത്ഭുതം തന്നെ എന്ന് ഇമാം അഹ്മദ് പറയുന്നു. സുഫിയാൻ സൗരി വലിയ ആലിമാണ്, മുജ്തഹിദാണ്. ഇമാം അഹ്മദിന് അതേ നിലവാരമുള്ളതാണ് സുഫിയാൻ സൗരിയും സുഫിയാൻ ബിൻ ഉയൈനയും ഒക്കെ അതേ കാലമാണ്. തൊട്ട് മുമ്പാണ് അത് അഹമ്മദിന്റെ തൊട്ട് മുമ്പ് ജീവിച്ചവരാണ്. മാലിക്കിൻ്റെ ഒക്കെ ഏതാണ്ട് ആ കാലമാണ്. അല്ലാഹു തആല അല്ലാഹു പറയുന്നു ഫൽയഹ്ദർ യുഖാലിഫു അൻ അംരിഹി അൻ തുസീബഹും ഫിത്ന ഔ യുസീബഹും അദാബുൻ അലീം. നബിയുടെ കൽപ്പനയ്ക്ക് എതിരെ പ്രവർത്തിക്കുന്നവർ ഫിത്നയെ പേടിച്ചുകൊള്ളട്ടെ, അല്ലെങ്കിൽ ശിക്ഷയെ പേടിക്കട്ടെ എന്ന് അല്ലാഹു പറയുന്നു. എന്നിട്ട് പിന്നെ നബിയുടെ ഹദീസ് കിട്ടിയിട്ട് അതും അവിടെ വെച്ചിട്ട് സുഫിയാൻ എന്തു പറഞ്ഞു എന്നും ചോദിച്ചു പോണ മനുഷ്യന്മാർ ഓരോ കാര്യത്തിൽ എനിക്ക് വല്ലാത്ത അത്ഭുതമാകുന്നു എന്ന് ഇമാം അഹ്മദ് പറയുന്നു. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് പറയുന്നു യൂഷികു അൻ തുനസ്സ അലൈക്കും ഹിജാറത്തും മിനസ് സമാ, നിങ്ങൾക്ക് ആകാശലോകത്ത് നിന്ന് ചരൽ മഴ പെയ്യാനായിരിക്കുന്നു. കാരണം അഖൂലു ഖാല റസൂലുള്ളാഹ്, ഞാൻ പറയുന്നു അല്ലാഹു റസൂൽ പറഞ്ഞു വന്ന്, വതഖൂലൂന ഖാല അബൂബക്കർ വ ഉമർ, നിങ്ങൾ പറയുന്നു അബൂബക്കർ പറഞ്ഞു ഉമർ പറഞ്ഞു വന്ന്. എങ്ങനെ നിങ്ങൾക്ക് ധൈര്യം വന്നു നടത്തും? അദ്ദേഹത്തോട് ചോദ്യം വന്നാണ് തമത്തുവിനെ കുറിച്ച്. ഹജ്ജിൻ്റെ വേളയിൽ തമത്തുഴി എന്ന രീതി, ആദ്യം ഉംറ ചെയ്യുക, പിന്നെ ഇഹ്റാം നിന്ന് ഒഴിവാവുക, പിന്നെ ഹജ്ജിൻ്റെ സമയമാകുമ്പോൾ ഹജ്ജിന് ഇഹ്റാം ചെയ്യാം. നമ്മളൊക്കെ സാധാരണ പോകുമ്പോൾ അതാ ചെയ്യാം. ഇവിടുന്നൊക്കെ ഹജ്ജിന് പോകുമ്പോൾ അതാ ചെയ്യാം. ആദ്യം ഉംറക്ക് ഇഹ്റാം കിട്ടും. നമ്മൾ ഒരു പക്ഷേ ദുൽഖഅദയിലോ ദുൽഹിജ്ജാത്തിലോ ശവ്വാലിലോ ഒക്കെ ആയിരിക്കും പോവുക. അപ്പോൾ അവിടെ ചെന്നാൽ ആദ്യം ഉംറക്ക് ഇഹ്റാം ചെയ്യും. ഉംറ കഴിഞ്ഞാൽ തഹജ്ജുദാവും. സാധാരണ വേഷം സ്വീകരിച്ച് നമ്മൾ റൂമിൽ കഴിഞ്ഞ് കൂട്ടി പിന്നെ ദുൽഹിജ്ജ 8-ന് ഇഹ്റാമിൽ പ്രവേശിച്ച് രണ്ടാമത് ഹജ്ജിന് വേണ്ടി. അതാണ് തമത്തു എന്നത്. ഈ തമത്തുവിനെ പറ്റി ചോദിച്ച ഇബ്നു അബ്ബാസിനോട് അദ്ദേഹം പറഞ്ഞു നല്ല കാര്യമാണ്, നബി തങ്ങൾ അനുവദിച്ചതാണ്. അപ്പോൾ അബൂബക്കറും ഉമറും അത് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണിത്. ഞാനും പറയുന്നു ഖാല റസൂലുള്ളാഹ്, അപ്പം നിങ്ങൾ പറയുന്നു ഖാല അബൂബക്കർ ഉമർ. ഇതാണ് നിങ്ങൾ ഇതെങ്കിൽ ആകാശത്ത് ചരൽ മഴ പെയ്യുമെന്ന് ഞാൻ പേടിക്കുന്നു. അപ്പം ആരാ അബൂ സിദ്ദീഖ് ഉമർ ഖത്താബൊക്കെ? അപ്പം അതുപോലും നബി പറഞ്ഞു പറഞ്ഞാൽ പിന്നെ എതിര് പറയാൻ ഇവിടെ ആയിരുന്നില്ലാന്ന്. ഖാല റസൂലുള്ളാഹ് പറഞ്ഞാൽ പിന്നെ വർത്താനമില്ല, അത് സ്വീകരിക്കുക. പിന്നെ അവരിങ്ങനെ പറഞ്ഞില്ലേ, ഇവരെങ്ങനെ പറഞ്ഞില്ലേ, ആ ഉസ്താദ് പറഞ്ഞില്ലേ, അതൊന്നും ചോദ്യമില്ല. അത് അങ്ങനെ ചോദിക്കാൻ പോലും ധൈര്യം വരാൻ പാടില്ല എന്നത്. അല്ല ഖാല റസൂലുള്ളാഹ് ഞാൻ പറയുമ്പോൾ നിങ്ങളെങ്ങനെ ഖാല അബൂബക്കർ ഖാല ഉമർ എന്ന് പറയാം? നിങ്ങൾക്ക് മഴ പെയ്യും, ചരൽ കൊണ്ട് മഴ പെയ്യുമെന്ന് ഞാൻ പേടിക്കുന്നു എന്ന്. ഏത് ഇത് തെളിവ് പിടിച്ചാണ്. ഇത് അറിയാൻ വേണ്ടി ചോദിച്ചതാണ്, അറിയാൻ വേണ്ടി ചോദിച്ചതാണ്, അല്ലാതെ എതിർക്കാൻ ചോദിച്ചതല്ല. അത് താഴ്ത്തി കെട്ടാൻ വേണ്ടിയായിരിക്കാം. അത് പറ്റില്ല, അത് തിരിച്ചാണ്, അത് പാടില്ല. അവർക്ക് വലിയ വലിയ ആളുകളാണ്. പക്ഷെ നബിയുടെ ഒരു കൗല് സ്ഥിരപ്പെട്ട് വന്നാൽ, നബി ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്നൊരാൾ സ്ഥിരപ്പെട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനപ്പുറത്തേക്ക് ഇനി പറയാണ്ടൊരു കൗലില്ല. അതിനും വലിയ ആളുണ്ടെങ്കിലേ അതില്ല. അപ്പം ഇതാണ് അസുരി. അപ്പം നമുക്ക് തോഅത്ത് എന്ന് പറഞ്ഞാൽ കിതാബും സുന്നത്തും യോജിക്കുന്ന തോഅത്തേ ഉള്ളൂ. കിതാബും സുന്നത്തിനും വന്നതിന് എതിരായിട്ടൊരാൾ പറഞ്ഞാൽ അതിൽ അനുസരണമില്ല. അയാൾ പറഞ്ഞാൽ അതോടുകൂടി അത് നിയമമായി മാറി എന്ന് വിശ്വസിക്കുന്നുവെങ്കിലോ അത് ശിർക്കായി മാറുകയും ചെയ്യും. അപ്പോൾ ഇസ്ലാമിനെതിരായ ഒരു നിയമവും, ജനാധിപത്യമാവട്ടെ, ഏകാധിപത്യമാവട്ടെ, രാജാധിപത്യമാവട്ടെ, എന്ത് നിയമമാണെങ്കിലും ശരി, ഇസ്ലാമിക നിയമത്തിന് ഓപ്പോസിറ്റായ നിയമമാണ് വരുന്നത് എങ്കിൽ അത് അംഗീകരിക്കുകയും തൃപ്തിപ്പെടലും അത് നല്ലതായി കാണുന്നതുമൊക്കെ അഖീദയെ ബാധിക്കുന്ന കാര്യമാണ് എന്നാണ് പറഞ്ഞതിൻ്റെ ആകത്തുക. ഇനി അത് ഒന്നുകൂടെ പണ്ഡിതന്മാരുടെ കൗൽ സ്വീകരിക്കുമ്പോൾ നാം പാലിക്കേണ്ട മര്യാദ, അബ്ദുറഹ്മാൻ ബിൻ ഹസൻ റഹിമഹുല്ലാ പറഞ്ഞ മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ പേരക്കുട്ടി, അദ്ദേഹം ഫതുഹുൽ മജീദ് എന്ന് പറയുന്ന കിതാബിൽ അദ്ദേഹം പറഞ്ഞ ഒരു ദീർഘമായ ഉദ്ധരണി ഷെയ്ഖ് സ്വാലിഹ് ഫൗസാൻ ഹഫിദഹുല്ല അങ്ങനെ തന്നെ എടുത്തു കൊടുക്കുന്നു. ഇൻഷാല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വായിക്കാം. റബ്ബ് സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് മുഅ്മിനീങ്ങളായി മുത്തഖീങ്ങളായി ജീവിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബറകല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.